السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما، والصلاة والسلام الأتمان الأكملان على نبينا محمد صلى الله عليه وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا وأن الذين لا يؤمنون بالآخرة أعتدنا لهم عذابا أليما. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വിശാലമായ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ ഓഡിറ്റോറിയത്തിൽ അബുദാബി വിസ്ഡം പ്രവർത്തകന്മാർ തയ്യാറാക്കിയിട്ടുള്ള റമദാൻ പ്രഭാഷണത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ ഒരു മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നരകവിമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പുണ്യരാവിൽ സ്വർഗത്തിന് വേണ്ടിയുള്ള അധ്വാനങ്ങളിൽ, ആത്മാർത്ഥമായ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള, വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ള ഏതാനും സമയം നിർവഹിക്കുന്ന ഈ പ്രഭാഷണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നമ്മിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരലോകത്ത് നന്മയുടെ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്ന ഒരു സ്വാലിഹായ അമലായി അല്ലാഹു ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അതാരെയാണ് വിളിക്കുന്നത്? ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളെല്ലാവരും കാതോർക്കേണ്ടുന്ന വിളിയാളമാണ് വിശുദ്ധ ഖുർആൻ വിളിച്ചിട്ടുള്ളത്. ഒറ്റത്തവണയായിട്ടല്ല വിശുദ്ധ ഖുർആൻ അതിൻ്റെ വിളിയാളം നിർവഹിച്ചിട്ടുള്ളത്. 23 വർഷത്തെ ഇടവേളകൾക്കുള്ളിൽ മാനവ സമൂഹത്തോട് പറയേണ്ട ശൈലിയിൽ, പറയേണ്ട ഗൗരവത്തിൽ വളരെ കൃത്യമായി ഉണർത്തിയ, കോർത്തിണക്കിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. 114 അധ്യായങ്ങളിലൂടെ എന്താണ് ഒരു മനുഷ്യ സമൂഹത്തോട് പറയേണ്ടതെങ്കിൽ അത് പറയാൻ മടി കാണിക്കാതെ മനുഷ്യനെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബ് സ്നേഹത്തോടെ വിളിച്ചിരിക്കുകയാണ്. മാനവ സമൂഹമേ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ഞാൻ നിങ്ങളെ വിളിച്ചു പറയുന്നത് എന്ന ആശയ ഗാംഭീര്യമായ കാര്യങ്ങളുടെ ശേഖരമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ.
അതിൻ്റെ അവതരണോദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് ഇതുപോലെ ഒരു പുണ്യമാസത്തിലെ ഒരു പുണ്യരാത്രിയിലാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസം, ആ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പുറത്തു നിന്നുള്ള ആളുകൾ വിചാരിച്ചേക്കും ഖുർആൻ മൊത്തം റമദാനിൽ ഒരു ഗ്രന്ഥരൂപത്തിൽ ഒന്നിച്ചിങ്ങോട്ട് ഇറക്കിയതാണ് എന്ന്. അല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ തുടക്കം നടന്നത് റമദാൻ മാസത്തിലായപ്പോൾ. അതാണ് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. അനുഗ്രഹങ്ങൾ വഴിഞ്ഞൊഴുകുന്ന അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ നാം അതിനെ അവതരിപ്പിച്ചു. അഥവാ തുടക്കം ആ അനുഗ്രഹീത രാത്രിയിലായിരുന്നു. അത് തന്നെ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ഖദ്റിന്റെ രാത്രിയിൽ നാം അതിനെ അവതരിപ്പിച്ചു എന്ന്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യമാണ്. എങ്കിൽ നമ്മൾ അറിയേണ്ടത്, ആരെയാണ് വിശുദ്ധ ഖുർആൻ ലക്ഷ്യം വെക്കുന്നത്? ആരെയാണ് വിശുദ്ധ ഖുർആൻ വിളിച്ച് സംസാരിക്കുന്നത്? റമദാൻ എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട ആരാധനയുടെ ഒരു മാസമായതുകൊണ്ട് ആ മാസത്തിൽ അവതീർണമായ ഖുർആനിന് സംസാരിക്കാനുള്ളത് മുസ്ലിമീങ്ങളോട് മാത്രമായിരിക്കില്ലേ എന്ന സംശയത്തിന് ഒരവകാശവുമില്ലാത്ത നിലക്ക് റമദാനിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ചേർത്തു പറഞ്ഞു, ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അത് മാനവ സമൂഹത്തിന് മുഴുവനുമുള്ള ഹുദയാണ്. അറബികൾക്കുള്ളതല്ല, മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഏതെങ്കിലും ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതല്ല, മറിച്ച് മുഴുവൻ മനുഷ്യർക്കും സന്മാർഗത്തിൻ്റെ ഗ്രന്ഥമാണത്. നേരേതാണ്, ഏതാണ് നേരല്ലാത്തത് എന്നറിയാതെ പരിഭ്രാന്തരായി നടക്കുന്ന ജനങ്ങൾക്ക് വ്യക്തമായ വഴി കാണിച്ചു കൊടുക്കുന്ന, സത്യാസത്യങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്ന ഫുർഖാനായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഇതൊക്കെ സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു നമ്മെ അറിയിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. ഇനി നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ ആഹ്വാനങ്ങളിലേക്ക് കടന്നാൽ, ഖുർആനിൻ്റെ പ്രഥമമായ ആഹ്വാനം തന്നെ എന്താണ്? വിശുദ്ധ ഖുർആൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ ഒരു രാവിൽ വിശുദ്ധമായ ഗ്രന്ഥം അതാ ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സമീപത്തേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ഒന്നാമതായി അതിൻ്റെ അവതരണോദ്ഘാടനം തുടങ്ങുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. പടച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ ആദന്റെ നാമത്തിൽ നീ വായിക്കുക. വായിക്കുക എന്നാണ് ഇസ്ലാമിന് ഒന്നാമതായി പറയാനുള്ളത്. ഖുർആൻ ആദ്യമായി നമ്മോട് വിളിച്ചു പറയുന്നത് നിങ്ങൾ വായിക്കണം. വായിക്കേണ്ട ഗ്രന്ഥമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ ഗ്രന്ഥം വായിച്ചാലുള്ള പുണ്യമെത്രയാണ്, മഹത്വം എത്രയാണ് വിശദീകരിക്കേണ്ടതില്ല. ഒരക്ഷരത്തിന് 10 നന്മ ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള വായനയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇത് കേവലം വായനക്ക് വേണ്ടിയുള്ള ഒരു ഗ്രന്ഥം മാത്രമല്ല, കേവലം വായനക്ക് മാത്രമുള്ളതാണെന്ന് ഒരാളും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് അള്ളാഹു പറയുന്നു, വായന ചിന്തോദ്ദീപകമായിരിക്കണം. മനുഷ്യന്റെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന, അവൻ്റെ തലച്ചോറ് പ്രവർത്തിപ്പിക്കുന്ന, അവൻ്റെ ചിന്തയിൽ കൃത്യമായ നിലക്കുള്ള ഒരുപാട് കാര്യങ്ങൾ മിന്നിമറയുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന നിലക്കുള്ള വായന. അല്ലാഹു പറഞ്ഞു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദബ്ബറൂ ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഓ പ്രിയപ്പെട്ട സഹോദരാ, സഹോദരി, നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ
റഹ്മാനായ റബ്ബാണ് നമ്മോട് പറയുന്നത്, ഈ ഗ്രന്ഥം നിങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് എന്തിനാണെന്നോ അത് കേവലം വായിച്ച് കൂട്ടിവെക്കാനല്ല. റമദാനാകുമ്പോൾ കൂടുതൽ വായിച്ചോളൂ, അങ്ങനെ വായിച്ച് കൂട്ടിവെക്കാനുള്ളതല്ല. മറിച്ച് മുബാറക്കുൻ, അനുഗ്രഹങ്ങളുടെ കേദാരമായ ഈ ഗ്രന്ഥം ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ ആയത്തുകളെ അവർ ഉറ്റാലോചിക്കുവാൻ വേണ്ടിയാണ്, ചിന്തിക്കുവാൻ വേണ്ടിയാണ്. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ അതിനെ സംബന്ധിച്ച് നന്നായി ആലോചിച്ച് പഠിച്ച് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനാണ് ഓ നബിയേ ഈ ഗ്രന്ഥത്തെ നാം താങ്കൾക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. ഓരോന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പറയുന്നത്. എൻ്റെയും നിങ്ങളുടെയും കടമയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റാരോടോ പറയുന്ന കാര്യമല്ല. ഇതൊന്നാമതായി എനിക്ക് ബാധകമാണ്, നിങ്ങൾക്കും ബാധകമാണ്. നേരെ മറിച്ച് കേവലം വായിച്ച് അതിനെ മടക്കി വെക്കുന്ന, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അതിലെ ആശയങ്ങൾ എന്താണെന്ന് പഠിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ, അത് ചിന്തക്ക് ഒരു വിഷയവുമാക്കാതെ ജീവിതമങ്ങ് കഴിച്ചുകൂട്ടി മരിച്ചു പോയാൽ, റഹ്മാനായ റബ്ബിൻ്റെ ഒരു ചോദ്യമുണ്ട് ഖുർആനിൽ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, എന്തേ പരിശുദ്ധ ഖുർആനിനെ അവർ ചിന്തിക്കാത്തതെന്തേ? ഖുർആനിനെ അവർ എന്താണ് ചിന്തിക്കാത്തത്? ഇതാരോടുള്ള ചോദ്യമാണ്, നമ്മൾ മനസ്സിലാക്കണം. അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരുടെ ഹൃദയങ്ങൾക്കൊക്കെ പൂട്ടിയിരിക്കുകയാണോ? ഖുഫ്ല് എന്ന് പറഞ്ഞാൽ പൂട്ട് എന്നാണ് അർത്ഥം. അഖ്ഫാല് പൂട്ടുകൾ. അങ്ങനെ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ? എന്താ ഒന്ന് ചിന്തിക്കാൻ മനസ്സ് തുറക്കാത്തത്? ഈ ചോദ്യം നമ്മോടുള്ള ചോദ്യമാണ്. നമ്മൾ ആലോചിക്കണം. പരിശുദ്ധ ഖുർആനിൽ പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ച് ഈ ആയത്തിൻ്റെ അവതരണങ്ങളും ഖുർആനിൻ്റെ അവതരണങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു മാസമായിട്ട് പോലും അള്ളാഹുവിൻ്റെ കലാം എത്ര ആയത്ത് നമുക്ക് ഓതാനറിയാം, എത്ര ആയത്തിൻ്റെ അർത്ഥം നമുക്കറിയാം, എത്ര ആയത്തിൻ്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തിനാ ഞാനത് ചോദിക്കുന്നത്? വിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ ഓ പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ചിന്ത ഉണരണമെങ്കിൽ അത് കേവലം അക്ഷരങ്ങൾ കൂട്ടി വായിച്ചതുകൊണ്ട് ചിന്ത ഉണരില്ല. നിങ്ങൾ വിശുദ്ധ ഖുർആൻ 1000 തവണ നിങ്ങൾ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കാതെ പാരായണം ചെയ്ത് തീർത്താലും അതിന് കൂലിയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യം അവിടെ നടക്കാതെ പോകുന്നു. അത് ചിന്തിക്കാനുള്ളതാണ്, അത് ആലോചിക്കാനുള്ളതാണ്, അത് ഉൾക്കൊള്ളാനുള്ളതാണ്. ആ നിലക്ക് നമുക്ക് സാധിക്കണമെങ്കിൽ എന്താണ് ഞാൻ പാരായണം ചെയ്യുന്നതെന്ന് എനിക്ക് അർത്ഥം മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇവിടെയുള്ള ഓരോരുത്തരും തന്നോട് ചോദിക്കേണ്ട ചോദ്യമാണത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഇടക്കിടക്ക് പാരായണം നിർത്തിവെച്ചിട്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്ന് ഹദീസിൽ കാണാം. ഏതായത്തെത്തുമ്പോഴാ അങ്ങനെ കരയേണ്ടത്? ഏതായത്തെത്തുമ്പോഴാ സന്തോഷിക്കേണ്ടത്? ഏതായത്തെത്തുമ്പോഴാ ഹൃദയത്തിൽ ഞെട്ടൽ വരേണ്ടത്? ഏതായത്തെത്തുമ്പോഴാ ഞാനൊന്ന് ആലോചിക്കേണ്ടത് എന്ന് എനിക്ക് തിരിച്ചറിയണമെങ്കിൽ, നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ ഗ്രന്ഥത്തിലൂടെ ഞാനെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാതെ പോയാൽ ഞാനെന്ത് ചിന്തിക്കാനാ, ഞാനെന്ത് ആലോചിക്കാനാ, ഞാനെന്ത് പാഠമാണ് വചനങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളുക? അതുകൊണ്ട് ഈ മാസത്തിലെങ്കിലും ഒന്ന് കുറ്റബോധത്തോടെ മനസ്സ് തുറന്ന് സ്വന്തത്തോട് പറയ്, എൻ്റെ നാഥ, നിന്റെ കലാം നീ ഞങ്ങൾക്ക് അവതരിപ്പിച്ച് തന്നിട്ട് അതിലെ 114 അധ്യായങ്ങളിൽ നിന്ന് എത്ര വചനങ്ങളിലൂടെ എന്തെല്ലാം കാര്യങ്ങളാ നീ ഞങ്ങളോട് സ്നേഹത്തോടെ കരുണയോടെ പറഞ്ഞതെന്ന് ഇന്ന് വരെ മനസ്സിലാക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. അതിനെൻ്റെ മുമ്പിൽ എത്രയെത്ര സംവിധാനങ്ങളാണ്. ഒന്ന് വിരൽ ഞൊടിച്ചാൽ എൻ്റെ മുമ്പിൽ തെളിയുന്ന വിജ്ഞാനത്തിൻ്റെ കലവറകൾ എത്രയാണ്. എത്രയെത്ര ഉസ്താദുമാരാണ് എനിക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ തയ്യാറായി എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അതിൻ്റെ പാരായണം പഠിപ്പിക്കാൻ, അത് മനഃപ്പാഠമാക്കാൻ, അത് പാരായണത്തിൻ്റെ നിയമങ്ങൾ പോലും പഠിപ്പിക്കാൻ,
അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ മനസ്സുകളെ കൂട്ടിക്കൊണ്ടുപോകാൻ, അത് ഉയർത്തിത്തരുന്ന ആശയങ്ങളെ തൻ്റെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കാൻ, അതിനനുസരിച്ചുകൊണ്ട് തൻ്റെ ചിന്തയെ ഒന്ന് തട്ടിയുണർത്തിയിട്ട് റഹ്മാനായ റബ്ബേ, നീ എനിക്ക് വേണ്ടി അവതരിപ്പിച്ച ഈ ഗ്രന്ഥം അനുസരിച്ചാണോ ഞാൻ എൻ്റെ വിശ്വാസധാരകളെ നിർണയിച്ചിട്ടുള്ളത്? എൻ്റെ കുടുംബജീവിതത്തെ ഞാൻ അതേപോലെയാണോ ക്രമീകരിച്ചിട്ടുള്ളത്? എൻ്റെ ബിസിനസ്സും എൻ്റെ കച്ചവടങ്ങളും എൻ്റെ സാമ്പത്തിക മേഖലയും ഞാൻ അതിനനുസരിച്ചാണോ ക്രമീകരിച്ചിട്ടുള്ളത്? എൻ്റെ സംസാരങ്ങളെ, എൻ്റെ നോട്ടങ്ങളെ, എൻ്റെ ശ്രവണങ്ങളെ, എൻ്റേതായ മറ്റു ബന്ധങ്ങളെ, ഇടപാടുകളെ, ഇടപെടലുകളെ ആ ഗ്രന്ഥത്തിൻ്റെ ആശയങ്ങൾക്കനുസരിച്ചാണോ ഞാൻ ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ കൂടിയ ഓരോ സ്ത്രീയും പുരുഷനും കുറ്റബോധത്തോടെ ചിന്തിക്കാൻ വേണ്ടി മാത്രമല്ല, റഹ്മാനായ റബ്ബിനോട് ഈ ഇൽമിൻ്റെ മജ്‌ലിസിൽ വെച്ച് നിങ്ങൾ തേടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റബ്ബേ, നിന്റെ റസൂല് നാളെ പരലോക കോടതിയിൽ പോയി ഒരു കേസ് കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. ആ കേസ് കൊടുക്കുമ്പോൾ എതിർകക്ഷിയിൽ ഞങ്ങളുടെ പേരുണ്ടാകാൻ പാടില്ല. മുത്തു മുസ്തഫ ഞങ്ങൾക്കെതിരെ എതിർ കേസ് കൊടുക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വരാതിരിക്കാൻ റബ്ബേ നിന്റെ കാവലുണ്ടാകണമെന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറയുന്ന പരാതി എന്താണ്? വഖാല റസൂൽ, റസൂലതാ പറയുകയാണ്, മുത്തു മുസ്തഫ കേസ് ബോധിപ്പിക്കുകയാണ്. യാ റബ്ബി, എൻ്റെ യജമാനനായ അല്ലാഹുവേ, എൻ്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി, എൻ്റെ ഈ ജനത, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, എൻ്റെ ജനത ഈ ഖുർആനിനെ അവർ പിറകോട്ട് വലിച്ചെറിഞ്ഞു, അവരത് ഉപേക്ഷിച്ചു, അവരതിനെ അവഗണിച്ചു, അവരതിനെ മാറ്റിവെച്ചു എന്ന കേസ് കൊടുക്കുമ്പോൾ ആ പ്രതികളുടെ പട്ടികയിൽ പാവപ്പെട്ടവരായ ഞാനോ നിങ്ങളോ ഒന്നോ രണ്ടോ മൂന്നോ അല്ല, 1000 വരുന്ന നമ്പറുകളിൽ പെട്ടുപോകുന്നത് എത്രത്തോളം നമ്മൾ ഭയപ്പെടണം. കാരണം മുത്തു മുസ്തഫ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ സാധുവായ എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ ശഫാഅത്ത് ചെയ്യണമെന്ന് മോഹിക്കുന്നവരും ബാങ്ക് വിളി കേട്ടാൽ അക്കാര്യം ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരുമാണ് നമ്മളെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ചിന്ത വേണം, പഠനം വേണം. പരിശുദ്ധ ഖുർആൻ 4-5 കടമകൾ നമുക്കതിൻ്റെ മേലുണ്ട്. ഒന്നതിൻ്റെ തിലാവത്താണ്. തിലാവത്ത് എന്ന് പറയുമ്പോൾ തെറ്റുകൂടാതെ അത് പാരായണം ചെയ്യലാണ്. നമുക്കതിന് സാധ്യമായിട്ടുണ്ടോ? ഓരോരുത്തരും അവരവരോടാ ചോദിക്കേണ്ടത്, മറ്റുള്ളവരോടല്ല. രണ്ടാമത്തെ കടമ, എനിക്ക് സാധ്യമാകുന്നത്ര അതിൽ നിന്ന് ഹിഫ്ളാക്കലാണ്. എനിക്കെത്ര ഹിഫ്ളുണ്ട് ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം. മൂന്നാമത്തെ കടമ ഫഹ്മാണ്. ഫഹ്മ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഞാൻ മനസ്സിലാക്കലാണ്. ആ മേഖലയിൽ ഞാൻ എവിടെ എത്തി നിൽക്കുന്നു, എൻ്റെ സ്റ്റാറ്റസ് എന്താണ്? നാലാമത്തെ കടമ തദബ്ബുറാണ്. തദബ്ബുർ എന്ന് പറഞ്ഞാൽ ആ വിശുദ്ധ വചനത്തിൽ പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയ ആശയങ്ങൾ എന്താണ് എന്നോട് വിളിച്ചു പറയുന്നത് എന്ന ചിന്തയാണ്. ആ ചിന്ത എനിക്ക് വരാറുണ്ടോ? അഞ്ചാമത്തെ എൻ്റെ കടമ, ഞാൻ പാരായണം ചെയ്യുന്ന, ഞാൻ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുന്ന, ഞാൻ അർത്ഥവും ആശയവും പഠിക്കുന്ന, അതിനെക്കുറിച്ച് ആലോചിക്കുന്ന എൻ്റെ കടമ എന്താണ്? ഇതുകൊണ്ടൊന്നും എൻ്റെ കടമ തീരുന്നില്ല. അമലാകുന്ന കടമയാണ് അഞ്ചാമത്തത്. അതെ, എൻ്റെ ജീവിതം ആ ഖുർആനിനെ അനുസരിച്ചാണോ? ഈ 5 പ്രധാനപ്പെട്ട കടമകൾ നമുക്കുണ്ട്. എന്തേ കാരണം? എല്ലാറ്റിനും പരിഹാരം ഈ ഗ്രന്ഥത്തിലുണ്ട് എന്നുള്ളതാണ് ഖുർആനിൻ്റെ പ്രത്യേകത. ഏത് വിജ്ഞാനമാണോ നിങ്ങൾക്ക് ലഭിക്കേണ്ടത്, സന്മാർഗത്തിൻ്റെ കരയിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന, സന്മാർഗ തീരത്തേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഏതെല്ലാം വിജ്ഞാനങ്ങളുണ്ടോ അത് മുഴുവനും ഈ വിശുദ്ധ ഖുർആനിലാണ് അടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഖുർആൻ എന്ന് പറയുമ്പോൾ കേവലം ഖുർആനിൽ നിന്ന് മുഴുവനും കിട്ടില്ല. അതിൻ്റെ വിവരണമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതം.
അതാണ് വിശുദ്ധ ഖുർആൻ മനസ്സിലാകണമെങ്കിൽ ഹദീസുകൾ ഇല്ലാതെ പറ്റില്ലെന്ന് പറയുന്നത്. ഖുർആൻ ഏതുപോലെ പ്രമാണമാണോ അതേ സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രമാണമാണ് സ്വഹീഹായ ഹദീസുകളും. രണ്ടും ഒരേ സോഴ്സിൽ നിന്നാണ്. അതുകൊണ്ട് ഒന്ന് പ്രമാണമാണ്, അത് ഞാൻ അംഗീകരിക്കും, അതിൽ പറഞ്ഞത് ഞാൻ അംഗീകരിക്കും. ഹദീസുകളെ ഞാൻ അംഗീകരിക്കില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് അപ്പോഴേ പുറത്തു പോകുന്നതാണ്. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അത്തരം ചില വാദങ്ങളൊക്കെ പലരും ഏറ്റുപിടിച്ചു പറയുന്നുണ്ട്. ഖുർആൻ പോരെ നമുക്ക്, അള്ളാന്റെ ഗ്രന്ഥമായ ഖുർആന് പോരെ, ഹദീസുകളൊക്കെ എന്തിനാണ് എന്ന് പറയുന്ന ആളുകളുണ്ടാകും. അള്ളാഹു സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ വിശുദ്ധ രാവിൽ പ്രാർത്ഥിക്കുകയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്ത് മുസ്തഫാക്ക് ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത് എന്തിനാണെന്നോ, വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം. നബിയെ, നിങ്ങൾക്ക് നാം ഈ ഖുർആനിനെ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് എന്തിനാണ്? അത് ജനങ്ങൾക്ക് കേവലം ഓതിക്കൊടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഡ്യൂട്ടി തീരുന്നില്ല. മറിച്ച് നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? ലിതുബയ്യിന ലിന്നാസ്. ജനങ്ങൾക്ക് നബിയെ നിങ്ങളാണ് ബയാൻ ചെയ്തു കൊടുക്കേണ്ടത്. എന്താണ് അവരോട് ഞാൻ സംസാരിക്കുന്നതെന്ന് എൻ്റെ കലാമു കൊണ്ട് മാത്രം അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തരുന്ന വ്യാഖ്യാനങ്ങൾ നിങ്ങൾ ആ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ കാര്യങ്ങളെയും എത്രത്തോളം നമുക്ക് സുവ്യക്തമായി ഗ്രഹിക്കേണ്ടതുണ്ടോ അത്രത്തോളം അളവിൽ അത് വിശദീകരിക്കാൻ വേണ്ടി നമ്മിലേക്ക് നിയുക്തനായ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അതും വഹിയാണ്, അത് വഹീൻ്റെ പുറത്തല്ല. ഈ രണ്ട് പ്രമാണങ്ങളും അംഗീകരിച്ചാലല്ലാതെ വിശുദ്ധ ഖുർആനിലൂടെ സന്മാർഗത്തിൻ്റെ തീരത്തണയുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സർവകാലത്തും അതുപോലെ തന്നെ സർവസ്ഥലത്തും ഉള്ള ജനതക്ക് ഏറ്റവും ചൊവ്വായ മാർഗമാണ് ഈ ഗ്രന്ഥം കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന ഹാദൽ ഖുർആൻ, തീർച്ചയായും ഈ ഖുർആൻ യഹ്ദീ, അത് വഴി കാണിക്കുന്നു, ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് അത് വഴി കാണിക്കുന്നു. മഹാനായ ഇമാം സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ ഭാഗം വിവരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം എന്ന് പറഞ്ഞാൽ ഐ അഅ്ദലു വഅഅ്ലാ മിനൽ അഖായിദി വൽ അഅ്മാലി വൽ അഖ്ലാഖ്. അതായത് ഈ ഗ്രന്ഥം നമുക്ക് വഴി കാണിച്ചു തരുന്നു, മനുഷ്യനെ അത് വഴി കാണിക്കുകയാണ്. എങ്ങോട്ട്? ഏറ്റവും മെച്ചപ്പെട്ട വിശ്വാസങ്ങളിലേക്ക്, ഏറ്റവും മെച്ചപ്പെട്ട അമലുകളിലേക്ക്, കർമ്മങ്ങളിലേക്ക്, ഏറ്റവും മെച്ചപ്പെട്ട അഖ്ലാഖ് അഥവാ സംസ്കാരങ്ങളിലേക്ക്. ഫമനിഹ്തദാ, അതുകൊണ്ട് ആ മെച്ചപ്പെട്ട വിശ്വാസങ്ങളും കർമ്മങ്ങളും സംസ്കാരങ്ങളും അനുസരിച്ച് ആര് ഹിദായത്തിലായോ എങ്കിൽ അവൻ കാന അക്മലന്നാസി വഅഖ്വമഹും വഅഹ്ദാഹും ഫീ ജമീഇ ഉമൂരിഹി. അവൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്ഥാനത്തായിരിക്കും, ഉന്നതമായ ഒരു സമ്പൂർണമായ അവസ്ഥയിലേക്കാണ് അവൻ എത്തിപ്പെടുക എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതിൽ പറയാത്തൊരു വിഷയങ്ങളില്ല. ഇത് 6-ാം നൂറ്റാണ്ടിലെ ജനതയ്ക്ക് വേണ്ടി മാത്രം അവരെ നന്നാക്കിയെടുക്കാൻ, അവരെ മെരുക്കിയെടുക്കുവാൻ വേണ്ടി ഇറക്കിയ ഒരു ഗ്രന്ഥമല്ല, മറിച്ച് ലോകാവസാനം വരേക്കുമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. കാരണം എന്തേ? ഇത് ത്രികാലജ്ഞാനിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഭൂതമെന്നോ ഭാവിയെന്നോ വർത്തമാനകാലമെന്നോ വ്യത്യാസമില്ലാതെ ഏത് കാലഘട്ടത്തിലെ ജനങ്ങൾക്കും ഒരുപോലെ അവരുടേതായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധമായ ഈ ഗ്രന്ഥമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു.
പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഖതാദ റഹിമഹുല്ല പറഞ്ഞ ഒരു വാചകം കൂടി സാന്ദർഭികമായി ഞാൻ കേൾപ്പിക്കുകയാണ്. ഇന്നൽ ഖുർആന യദുല്ലുകും അലാ ദായികും വദവായികും. ഈ ഖുർആൻ പരിശുദ്ധമായ ഗ്രന്ഥം ഇത് മനുഷ്യരുടെ രോഗങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. രോഗങ്ങൾക്കുള്ള ചികിത്സയും നിർദ്ദേശിക്കുന്ന ഗ്രന്ഥമാണത്. ഫഅമ്മാ ദാവുകും, നിങ്ങളുടെ രോഗങ്ങൾ എന്താണ്? അത് ഫദ്ദുനൂബു വൽ ഖതായ, മനുഷ്യരിൽ സംഭവിക്കുന്ന മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്, പാപങ്ങളാണ്, തെറ്റുകുറ്റങ്ങളാണ്. വഅമ്മാ ദവാവുകും, അതിനുള്ള ചികിത്സ എന്താണെന്നോ? ഫൽ ഇസ്തിഗ്ഫാർ. വിശുദ്ധ റമളാനിന്റെ ഈ രാവുകളിലും അന്ത്യയാമങ്ങളിലുമൊക്കെ ഇടതടവില്ലാതെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗ്ഫാർ ഉണ്ടല്ലോ, പാപമോചന തേട്ടമുണ്ടല്ലോ, അതാണ് അതിനുള്ള മരുന്ന് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ മൊത്തം അടങ്ങിയിട്ടുള്ള അതിൻ്റെ വിളിയാളം ഏതൊക്കെ മേഖലകളിലേക്ക് എന്ന സൂചനയാണ് ഇമാം ഖതാദ റഹിമഹുല്ലയുടെ ഈ വിവരണത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനാകുന്നത്. ഇതിൽ വിശ്വാസങ്ങളുണ്ട്, അഖായിദുകളുണ്ട്, വിശ്വാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇബാദത്തുകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുണ്ട്. മുആമലാത്തുകൾ, മനുഷ്യർ പരസ്പരം സാമൂഹ്യമായി ജീവിക്കുമ്പോൾ അവർ പാലിക്കേണ്ടുന്ന കടമകളും കടപ്പാടുകളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ ശിക്ഷാവിധികളെ സംബന്ധിച്ചും അതിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ചും പറയുന്നുണ്ട്. അനന്തരാവകാശ നിയമങ്ങൾ പറയുന്നുണ്ട്. കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങൾ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ഈ വിധത്തിലെല്ലാം ഒന്നൊന്ന് ഏതെല്ലാം മേഖലകളിലേക്ക് നമുക്ക് ആവശ്യമുണ്ടോ അതിലേക്കെല്ലാം നമ്മുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന വിശുദ്ധമായ ഈ ഗ്രന്ഥം. പക്ഷേ അതിൽ വിഷയങ്ങൾ പറയുമ്പോൾ ഏറെയും സമയം ചെലവഴിച്ചത് മൗലികമായ തത്വങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ്. അതെന്താണ് മൗലികമായ തത്വം? വിശുദ്ധ ഖുർആനിൻ്റെ ഒന്നാമത്തെ വിളിയാളം നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ വായിക്കണേ, ഉപകാരമുള്ള വായന വേണം. വായിച്ചിട്ട് നിങ്ങൾ ഗ്രഹിക്കേണ്ടത് എന്താണ്? വിശുദ്ധ ഖുർആൻ കേവലം വായിക്കാൻ പറഞ്ഞു നിർത്തിയ മതമല്ല, മറിച്ച് നിങ്ങൾ വായിക്കണം. വായിച്ച് വായിച്ച് നിങ്ങൾ കണ്ടെത്തേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലോകത്തിൻ്റെ മുഴുവൻ ശബ്ദത്തെ, ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയെ ക്ഷണിക്കുന്ന ആ മഹത്തായ പ്രഖ്യാപനം, പ്രപഞ്ചത്തിൻ്റെ നാഥനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അവനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ. ആരാധനയുടെ മുഴുവൻ അംശങ്ങളും ആ ഒരു സർവശക്തനിലേക്ക് മാത്രമേ നിങ്ങൾ തിരിച്ചുവിടാവൂ. ഇതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഒന്നാമത്തെ വിളിയാളം. ഖുർആനിൻ്റെ അധ്യായങ്ങൾ 114 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഒന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തുൽ ബഖറയിലേക്ക് കടന്നാൽ മുസ്ഹഫ് മറിച്ചു നോക്കുന്ന ഒരു മനുഷ്യൻ ആദ്യമായി അവൻ്റെ ശ്രദ്ധയിൽ കാണുന്ന ഒരു വചനമേതാണ്? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന വിളി വരുന്ന ഒന്നാമത്തെ ആയത്ത്. ഖുർആനിൽ തുടക്കം മുതൽക്ക് ഫാത്തിഹ മുതൽക്ക് അങ്ങനെ പരിശോധിച്ചു പോന്നാൽ ഏത് മനുഷ്യനും കാണുന്ന പച്ചയായ പരമാർത്ഥമാണ് ഞാൻ പറയാൻ പോകുന്നത്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടുള്ള ഒന്നാമത്തെ വിളിയിൽ പറയുന്ന വിഷയം ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങൾ യജമാനനായ നിങ്ങളുടെ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണേ. സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും, എന്തുകൊണ്ട് റബ്ബല്ലാത്തവരെ ആരാധിച്ചുകൂടാ? എന്തേ മറ്റുള്ളവർക്കും ആരാധനകൾ കൊടുത്താൽ എന്തേ തകരാറ്? അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അത് സമർത്ഥിക്കുന്നത് തന്നെ. നിങ്ങളുടെ യജമാനനാണവൻ. എങ്ങനെയുള്ള യജമാനനാണ്? അല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ചവൻ. പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണം, നിങ്ങളെ പടച്ചവൻ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളെ മുമ്പുള്ളവരെയും പടച്ചവൻ. അഥവാ മനുഷ്യാരംഭം മുതൽ, അല്ല ലോകാരംഭം മുതൽ ഇവിടെയുള്ള സർവ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാരോ അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. അവനാണ് നിങ്ങൾക്ക് ആകാശത്തെ സംവിധാനിച്ചത്,
ഭൂമിയെ നിങ്ങൾക്ക് സംവിധാനിച്ചത്. ഉപരിഭാഗത്ത് നിന്ന് ജലം ഇറക്കിത്തന്ന് കാർഷികോൽപ്പന്നങ്ങളും ഭക്ഷ്യവിഭവങ്ങളും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായതൊക്കെ ആവശ്യമായ അളവിൽ ഈ ഭൂമിയിൽ സംവിധാനിച്ചു തന്നവൻ അവനാണ്. അതുകൊണ്ട് ആവർത്തിക്കുന്നു റഹ്മാനായ റബ്ബ്, ഫലാ തജഅലൂ ലില്ലാഹി അംദാദാ വഅൻതും തഅലമൂൻ. ആകയാൽ ആ അല്ലാഹുവിനെ ഒരിക്കലും നിങ്ങൾ സമന്മാരെ നിശ്ചയിക്കരുതേ. വഅൻതും തഅലമൂൻ, മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവൻ അള്ളയാണെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവൻ ഏകനായ അള്ളയാണെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. എങ്കിൽ നിങ്ങൾ അവന് കിടപിടിക്കുന്ന, അവനെപ്പോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മറ്റൊരാളുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിച്ചു പോകരുത്. റഹ്മാനായ റബ്ബാണ് എല്ലാം കേൾക്കുന്നവൻ, അവനാണ് എല്ലാം കാണുന്നവൻ, അവനാണ് എല്ലാം അറിയുന്നവൻ, അവനാണ് എല്ലാത്തിനും കഴിവുള്ളവൻ, അവനാണ് എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നവൻ, അവനാണ് ആര് ചോദിച്ചാലും കൊടുക്കാൻ മാത്രം ഖജനാവ് വിശാലമായവൻ, അവനാണ് മനുഷ്യനോട് വാത്സല്യമുള്ളവൻ, അവനാണ് മനുഷ്യനോട് സ്നേഹമുള്ളവൻ, അവനാണ് മനുഷ്യനോട് കാരുണ്യമുള്ളവൻ, അവനാണ് മനുഷ്യന്റെ സമീപസ്ഥനായുള്ളവൻ, അവനാണ് മനുഷ്യന്റെ മനസ്സറിയുന്നവൻ, അവനാണ് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ, അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ, അവനാണ് മരണാനന്തരം ജീവിതം നൽകി വിചാരണയുടെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തുന്നവൻ. എന്തെന്ത് കാര്യങ്ങളാണ് റഹ്മാനായ റബ്ബിനെ കുറിച്ച് വാചാലമായി ഈ ഗ്രന്ഥത്തിന് നമ്മോട് വിളിച്ചു പറയാനുള്ളത്. അതുകൊണ്ട് അതൊക്കെ ഏകനായ അല്ലാഹുവാണെന്ന് നിങ്ങളൊക്കെ സമ്മതിക്കുന്നവരാണല്ലോ. എങ്കിൽ ആരാധന മുഴുവനും നിങ്ങൾ അവന് മാത്രമേ സമർപ്പിക്കാവൂ. ഇതാണ് ഇസ്ലാമിൻ്റെ ശുദ്ധമായ തൗഹീദ്. ഇതാണ് റബ്ബിനെ ഏകനാക്കൽ എന്ന് പറയുന്നത്. റഹ്മാനായ റബ്ബ് അവൻ്റെ റുബൂബിയത്തിൽ ഏകനാണ്. അഥവാ അവൻ മാത്രമാണ് റബ്ബ്, അവൻ മാത്രമാണ് പടച്ചവൻ, അവൻ മാത്രമാണ് ജീവിപ്പിക്കുന്നവൻ, അവൻ മാത്രമാണ് ലോകത്തിൻ്റെ കൺട്രോൾ ചെയ്യുന്ന മുദബ്ബിറുൽ ആലം, ലോകം മൊത്തം നിയന്ത്രിക്കുന്നവനും അവനാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സർവ കഴിവുകളുടെയും ഉടമാവനാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും പങ്കുകാർക്ക് ഇതിലെന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുവാൻ സാധിക്കുമോ? വിശുദ്ധ ഖുർആൻ ഒരു ചോദ്യം അവരോട് ചോദിക്കുന്നുണ്ട്. സൂറത്തുർ റൂമിലെ 40-ാമത്തെ ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാവരും മനഃപ്പാടമാക്കേണ്ടുന്നൊരു ചോദ്യമാണ്. റഹ്മാനായ റബ്ബിൻ്റെ ചോദ്യം എന്താ? അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും ഹൽ മിൻ ശുറകാഇകും മൻ യഫ്അലു ദാലിക മൻ യഫ്അലു മിൻ ദാലികും മിൻ ശൈഇ സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. നിങ്ങൾക്ക് കിട്ടാവുന്ന പരിഭാഷകൾ വെച്ച് നിങ്ങൾ ഈ ആയത്തിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം. റബ്ബ് പറയാണ്, ആരാണ് അല്ലാഹ്? നിങ്ങളെ പടച്ചവനാണ്, നിങ്ങൾക്ക് അന്നം തരുന്നവനാണ്, ഇനി നിങ്ങളെ മരിപ്പിക്കുന്നവനാണ്. മരിപ്പിച്ചതും നിങ്ങളെ അങ്ങ് മണ്ണാക്കി മാറ്റുകയല്ല, പരലോക കോടതിയിലേക്ക് വീണ്ടും വിചാരണയ്ക്ക് വേണ്ടി നിങ്ങളെ തിരിച്ച് വീണ്ടും ജീവിപ്പിക്കുന്നവനാണ്. 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് റബ്ബിൻ്റെ ഒരു വെല്ലുവിളിയുണ്ട്. ഹൽ മിൻ ശുറകായിക്കും, നിങ്ങളുടെ പങ്കുകാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? മൻ യഫ്അലു മിൻ ദാലികും മിൻ ശൈഇ, ഇപ്പറഞ്ഞ 4-ൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിവുള്ളവർ, നിങ്ങൾ വിളിച്ച് തേടുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ നേർച്ച കൊടുക്കുന്ന, നിങ്ങൾ വഴിപാടുകൾ സമർപ്പിക്കുന്ന, നിങ്ങൾ ആരെയൊക്കെ വിളിച്ച് തേടുന്നുണ്ടോ നിങ്ങളുടെ പങ്കാളികൾ, ആ പങ്കാളികൾക്ക് ഇപ്പറഞ്ഞ ഈ കാര്യങ്ങളിൽ വല്ലതിലും വല്ല പങ്കുമുണ്ടോ? ഇത് റബ്ബ് നമ്മളോട് സംശയം ചോദിക്കാൻ ചോദിച്ച ചോദ്യമല്ല. എന്നിട്ട് അല്ലാഹ് തന്നെ പറയുന്ന വാചകം നോക്കൂ. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ഇതൊക്കെയാണ് സത്യമെന്നറിഞ്ഞിട്ടും റബ്ബിൽ ശിർക്ക് വെക്കുന്ന ആളുകളിൽ നിന്നും അല്ലാഹു എത്ര പരിശുദ്ധനാണ്. സൂറത്തുർ റൂം. ഇത് നമ്മൾ ചിന്തിക്കണം. എന്തിനാ ഖുർആൻ ഇതൊക്കെ പറയുന്നതെന്നോ? റഹ്മാനായ റബ്ബിൻ്റെ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്.
ഒരു വ്യക്തി അംഗീകരിക്കുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് അവനോട് ഈ കാര്യം നീ അംഗീകരിക്കുന്നുവെങ്കിൽ പിന്നെ മറ്റേ കാര്യം അംഗീകരിക്കാതിരിക്കാൻ നിനക്ക് നിവൃത്തിയില്ലല്ലോ എന്ന ഒരു ശൈലിയിൽ അവൻ്റെ ഉത്തരം മുട്ടിക്കുന്ന ഒരു പ്രതിപാദന രീതിയാണ് വിശുദ്ധ ഖുർആനിനുള്ളത്. നിങ്ങൾ നോക്കൂ, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണെന്ന് ചോദിച്ചാൽ അറേബ്യൻ മുശ്രിക്കുകൾ പോലും പറഞ്ഞിരുന്ന മറുപടി അള്ളയാണെന്നാണ്. ആരാടോ ലോകത്തിൻ്റെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് എന്ന് അബൂജഹലിനോട് വരെ ചോദിച്ചാൽ അള്ളയാണെന്ന് അറേബ്യൻ മുശ്രിക്കുകളും പറഞ്ഞിരുന്നു. അത് വെച്ചുകൊണ്ട് ഖുർആൻ പല സ്ഥലത്തും ചാട്ടുളി പോലെ ഒരു ചോദ്യം അവരോട് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ അള്ളയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അള്ളാനെ വിട്ട് മറ്റുള്ളവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? എന്തിനാ പിന്നെ നിങ്ങൾ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകുന്നത്? എന്തിനാ നിങ്ങൾ മറ്റുള്ള ഇടങ്ങളിലേക്ക് നിങ്ങൾ പൂജകളും ആരാധനകളും നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും ദുആകളും ഒക്കെ നിങ്ങൾ കൊടുക്കുന്നത് എന്തിനാണെന്ന വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം വളരെ ഗൗരവത്തോടെയുള്ള ചോദ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ റമളാനിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ 1/3 നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഈ ഒരു കാര്യം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ 1/3 അള്ളാഹു ചെലവഴിച്ചിട്ടുള്ളത്. അതിൻ്റെ ആകത്തുകയാണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആൻ 1/3 പാരായണം ചെയ്തതുപോലെ മഹത്വമേറിയ ഒരു അധ്യായമായി അത് മാറാനുള്ള കാരണം എന്താണെന്നോ, അതിൽ ഈ വിഷയമാണ് വ്യക്തമായി അള്ളാഹു ഉൾക്കൊള്ളിച്ചത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവസാനിപ്പിച്ച വാചകം ഏറെ വാചാലമാണ്. കാര്യങ്ങൾ അവന് ഈക്വലായി ഒരാളും തന്നെയില്ല. റബ്ബിനെ പോലെ കാണുന്നവരില്ല, റബ്ബിനെ പോലെ എല്ലാം കേൾക്കുന്നവരില്ല, എല്ലാം അറിയുന്നവരില്ല, എല്ലാം കഴിയുന്നവരില്ല. ഞാൻ എവിടെ വെച്ച് എൻ്റെ കാര്യങ്ങൾ ഏതു ഭാഷയിൽ എപ്പോൾ എൻ്റെ ആരെയാണോ വിളിച്ച് തേടേണ്ടത് ആ റബ്ബിനെ വിളിച്ച് തേടിയാൽ എൻ്റെ റബ്ബ് തൽക്ഷണം കേൾക്കും, എനിക്ക് ഉത്തരം ചെയ്യാൻ എൻ്റെ റബ്ബിന് കഴിയും എന്ന അടിയുറച്ച വിശ്വാസത്തോടു കൂടെയാണ് റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അതല്ലെങ്കിൽ റബ്ബി എൻ്റെ രക്ഷിതാവേ എന്ന് ഞാനും നിങ്ങളുമൊക്കെ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്നത്. അതേ സ്ഥാനത്ത് അല്ലാഹുവേ എന്ന് നിങ്ങൾ വിളിക്കുമ്പോഴുള്ള അതേ വിശ്വാസം ഏതെങ്കിലും ഒരു സൃഷ്ടിയെക്കുറിച്ച് നിങ്ങൾക്കുണ്ടായാൽ, അത് നബിയാണെങ്കിലും വലിയാണെങ്കിലും മലക്കാണെങ്കിലും ജിന്നാണെങ്കിലും വൃക്ഷമാണെങ്കിലും കല്ലാണെങ്കിലും ഏതോ ആകട്ടെ, അല്ലാഹുവേ എന്ന് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ റബ്ബ് എൻ്റെ വിളി കേൾക്കുന്നു. അതേപോലെ എല്ലാം കേൾക്കുന്ന വേറെയും ശക്തിയുണ്ട്, എല്ലാം കാണുന്നവരുണ്ട്, എല്ലാം അറിയുന്നവരുണ്ട്, എല്ലാത്തിനും കഴിയുന്നവരുമുണ്ട്. അല്ലാഹ് അതിനൊക്കെ അവർക്കങ്ങ് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ഇത് റഹ്മാനായ റബ്ബെന്നെ പഠിപ്പിച്ചിട്ടുള്ള തൗഹീദിൽ മായം ചേർക്കലാണ്. ഇത് ഗൗരവത്തോടെ മനസ്സിലാക്കായ്മയാണ്. ബദർ ഉണ്ടാകാൻ കാരണം ബദരീങ്ങൾ പടവെട്ടിയത് ഈ മാസത്തിലാണ്. അവർ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി പടവെട്ടിയതല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച മുത്ത മുസ്തഫായുടെ ആ വിശ്വാസത്തെ എതിർക്കുന്നവരായിരുന്നു അപ്പുറത്തുള്ള ആളുകൾ. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി തന്നെ ആ നിലക്കുള്ള ഒരു ആദർശ പോരാട്ടത്തിൻ്റെ വീരസ്മരണകളാണ് ബദർ 17 അഥവാ റമദാനിലെ ഒരു 17 നടന്ന ആ ശക്തമായ പോരാട്ടം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ സൂചന കൊണ്ട് മതിയാക്കുന്നു. ആ പോരാട്ടം പോലും നടന്നത് ഈ ആദർശത്തിൻ്റെ തെളിമ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണെങ്കിൽ, എത്രയോ വർഷങ്ങളായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പലവിധത്തിലുള്ള ഖത്മുകളും തീർത്തിട്ടും എനിക്കും നിങ്ങൾക്കും ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ വിശ്വാസധാരയിലേക്ക് നമ്മുടെ മനസ്സുകൾ അടുത്തിട്ടില്ലെങ്കിൽ തകരാറുകൾ നമ്മുടേതല്ലയോ, തകരാറുകൾ നമുക്കല്ലയോ ബാധിച്ചത്. അതുകൊണ്ട് മുൻവിധിയില്ലാതെ ഈ ഗ്രന്ഥം പഠിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം, ഞാനും തയ്യാറാകണം. അപ്പോൾ സ്വച്ഛമായ ശുദ്ധമായ
ഒരു വിശ്വാസധാരയിലേക്ക് എത്തിപ്പെടാനും ആ വിശ്വാസധാരക്ക് വിരുദ്ധമായി വരുന്ന ശിർക്കിന്റെ മുഴുവൻ കണികകളിൽ നിന്നും രക്ഷ നേടുവാനും നമുക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ വിളിക്കുന്നത് എങ്ങോട്ടാണ്? വിശ്വാസ വിശുദ്ധിയുടെ കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. വിശ്വാസ രംഗത്തുള്ള വിശുദ്ധി നേടൂ ജനങ്ങളെ. അതിന് നിങ്ങളുടെ മുമ്പിലുള്ള വഴി എന്നെ മാത്രം ആരാധിക്കലാണ്. കാരണം ഞാനേ സൃഷ്ടാവുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ പറാലോകത്ത് സൃഷ്ടാക്കളുണ്ടോ? വല്ലതിനെയും വല്ലവരും പടച്ചതുണ്ടോ? ഒരു പുൽക്കൊടിയെങ്കിലും ലോകത്ത് ആരെങ്കിലും പടച്ചിട്ടുണ്ടോ? ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ എല്ലാവർക്കും തലകുലുക്കി ഇല്ല എന്നല്ലാതെ ഒന്നും പറയാനില്ല. എങ്കിൽ അല്ലാഹു അത് വെച്ചുകൊണ്ട് തന്നെയാ പറയുന്നത്. എങ്കിൽ ആ സൃഷ്ടാവല്ലെങ്കിൽ ബാക്കിയൊക്കെ സൃഷ്ടികളല്ലേ? അപ്പൊ സൃഷ്ടികളുടെ മുഴുവൻ പ്രാർത്ഥനകളും ഉയരേണ്ടത് സൃഷ്ടാവിലേക്ക് മാത്രമാണ്. ഇതാണ് ലോകത്ത് വന്ന നബിമാര് മുഴുവനും ലോകത്തോട് പഠിപ്പിച്ചത്. ഇതിൽ വർഗീയതയുടെ പരാമർശങ്ങളില്ല, ഇതിൽ ഗ്രൂപ്പിസത്തിന്റെ കാര്യങ്ങളില്ല, ഇതിൽ കക്ഷിതർക്കങ്ങൾക്ക് ഇടമില്ല. എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് പറയുന്നത്. സൃഷ്ടാവ് ആരോ അവനെ മാത്രം ആരാധിക്കുക. മറ്റുള്ളവരൊക്കെ സൃഷ്ടികളാണ്. സൃഷ്ടികളിൽ പല തരക്കാരുമുണ്ടാകും. അവർക്കൊക്കെ അല്ലാഹു പല പദവികളും കൊടുത്തിട്ടുണ്ടാകും. ആ പദവികളെ നമ്മൾ മാനിക്കണം. അതിനനുസരിച്ച് അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. പക്ഷേ ആദരവുകൾ അതിരുകവിഞ്ഞ് ആരാധനയുടെ ഭാഗത്തേക്ക് എത്താനേ പാടില്ല. ഈ വിശ്വാസ വിശുദ്ധിയാണ് നേടിയെടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന വിളിയാളത്തിലൂടെ ഖുർആൻ ഒന്നാമതായി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഖുർആനിന് പറയാനുള്ളത് വിശ്വാസം. നിങ്ങൾ ആ വിശ്വാസത്തിൻ്റെ അടിത്തറയിലായിരിക്കണം നിങ്ങളുടെ കർമ്മങ്ങൾ മുഴുവനും. ഇനി നിങ്ങളുടെ കർമ്മവിശുദ്ധിയിലേക്കാണ് അല്ലാഹു വിളിക്കുന്നത്. റഹ്മാനായ റബ്ബ് വിളിക്കുകയാണ് കർമ്മങ്ങൾ ശുദ്ധിയാക്കാൻ. എങ്ങനെയാ കർമ്മങ്ങൾ ശുദ്ധിയാക്കേണ്ടത്? ഞാനും നിങ്ങളും നിസ്കരിക്കുന്നു, ഇതാ റമദാനിൽ നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് നിർവഹിക്കുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, ഖുർആൻ പാരായണം നടത്തുന്നു, മറ്റു നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകുന്നു, പലവിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നു. എല്ലാം നമുക്ക് ലക്ഷ്യം നന്നായില്ലെങ്കിൽ ഒരു പ്രയോജനവും അല്ലാഹുവിൻ്റെ അടുക്കൽ കിട്ടൂല. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് പറയുന്നു, നിങ്ങൾക്ക് ഈമാനാണ് ഒന്നാമതായി വേണ്ടത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് വഹ്തിസാബാ, പ്രതിഫലം കിട്ടണം എന്ന മോഹമാണ് വേണ്ടത്. എവിടെ നിന്നാ പ്രതിഫലം? പരലോകത്ത്. അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യണം. പേരിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല, നേതാവാകാനല്ല, ആരുടെയും മുമ്പിൽ എനിക്ക് എൻ്റെ പേരുകൾ നിലനിൽക്കണം എന്ന നിലക്കല്ല. മറിച്ച് അതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ദുന്യാവിൽ കിട്ടിയേക്കും. അതൊക്കെ ഈ ദുന്യാവിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഇസ്രായിലൂടെ, ആര് ദുന്യാവിലേതായ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുവോ ആ ഉദ്ദേശിക്കുന്നവർക്ക് നാം ഉദ്ദേശിക്കുന്ന അത്ര അളവിൽ അതൊക്കെ നമ്മൾ കൊടുക്കും. പക്ഷേ സുമ്മ ജഅൽനാഹാ ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ, പിന്നീട് അവൻ കത്തിയാളുന്ന നരകത്തിയിലേക്കാണ് വലിച്ചെറിയപ്പെടുന്നത്. ഇപ്പൊ ദുന്യാവിന് വേണ്ടി കർമ്മം ചെയ്താൽ ദുന്യാവിൽ ചിലതൊക്കെ കിട്ടും, പക്ഷെ ആഖിറത്തിൽ സീറോ ആയിരിക്കും. നേരെ മറിച്ച് എന്ത് ചെയ്യണം? വമൻ അറാദൽ ആഖിറ, ആര് പരലോകത്തെ ഉദ്ദേശിക്കുന്നുവോ, പരലോകത്തെയാണ് ഉദ്ദേശിക്കേണ്ടത്. പരലോകത്തെ ഉദ്ദേശിക്കണം, അതിനു വേണ്ട അധ്വാനങ്ങൾ അധ്വാനിക്കണം. വസഅലഹാ സഅയഹാ, അതിനു വേണ്ട അധ്വാനം അധ്വാനിക്കുകയും ചെയ്താൽ വഹുവ മുഅ്മിനുൻ, അതാണ് കണ്ടീഷൻ. അവൻ ഈമാനുള്ളവനായിരിക്കെ, ഈമാൻ ശരിയാക്കിയിട്ട് ആ ഈമാനിന്റെ ബേസിൽ കെട്ടിപ്പടുത്ത സൽക്കർമ്മങ്ങളുമായി പരലോക കോടതിയിൽ എത്തിപ്പെട്ടാൽ അവരുടെ പരിശ്രമങ്ങൾക്ക് മാത്രമേ അവിടെ വിലയുണ്ടാവുകയുള്ളൂ. ഇതാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെ രണ്ടാമത്തെ ആഹ്വാനം എന്താണ്? നിങ്ങൾ കർമ്മങ്ങൾ ശുദ്ധമാക്കണം, പരലോകമാണ് പ്രധാനം. ആ ബോധമില്ലാതെ ദുന്യാവിൻ്റെ ലക്ഷ്യങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ദുന്യാവിൽ നിങ്ങൾക്ക് വല്ലതുമൊക്കെ കിട്ടിയേക്കും.
പക്ഷേ ആഖിറത്തിൽ നരകം മാത്രമായിരിക്കും. വളരെ വിശദീകരണം അർഹിക്കുന്ന മേഖലയാണ്. ഞാൻ അടുത്ത പോയിന്റിലേക്ക് നീങ്ങുകയാണ്. സഹോദരങ്ങളെ, ഇനി വിശുദ്ധ ഖുർആൻ അടുത്തതായി വിളിക്കുന്നു അങ്ങോട്ട്. ഈ വിശ്വാസങ്ങൾ, അതേപോലെ തന്നെ ഇബാദത്തുകൾ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ധാർമ്മികമായ മേഖല ശുദ്ധമാകാനാണ്, മനുഷ്യനായി ജീവിക്കാനാണ്. നിസ്കാരം തോന്നിവാസിയായി ജീവിക്കാതിരിക്കാനാണ്. നോമ്പ് നോൽക്കുന്നത് അതിനാണ്, ഹജ്ജിന് പോകുന്നത് അതിനാണ്, സക്കാത്ത് കൊടുക്കുന്നത് അതിനാണ്. ഈ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാനാണ്, മനുഷ്യനായി ജീവിക്കാനാണ്. ധാർമ്മികമായ മേഖലയുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ വിളിയാളം. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിയ റഹ്മാനായ റബ്ബ് സർവ തിന്മകൾക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന അടിവേരെന്താണെന്ന് കണ്ടെത്തി. അത് കണ്ടെത്തിയിട്ട് അതിനെ വിരോധിക്കുകയാണ് ഇസ്ലാം ആദ്യം ചെയ്തത്. അതാണ് ഇന്നമൽ ഖംറു, മദ്യം എന്ന് പറയുന്ന മഹാവിപത്ത്. ലഹരിക്കെതിരെ അതിശക്തമായ നിലക്കുള്ള ആഹ്വാനമാണ് വിശുദ്ധ ഖുർആൻ നടത്തിയത്. പലരും ചോദിക്കും, ലഹരി കൊണ്ട് പല ഉപയോഗങ്ങളുമില്ലേ? തൽക്കാലം ചില ടെൻഷനൊക്കെ ഒന്ന് മാറുന്നില്ലേ? ഡിപ്പാർട്ട്മെന്റിന്, നമ്മുടെ കേരള ഗവൺമെന്റിന്, ഇന്ത്യ ഗവൺമെന്റിനൊക്കെ റവന്യൂ വരുന്നില്ലേ? ഒരുപാട് ചെത്ത് തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്നില്ലേ? ഒരുപാട് സെയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് സെയിൽസ്മാൻ ആകാനും സെയിൽസ് ഗേളാകാനും, അങ്ങനെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ വീട്ടിൽ തീപ്പുകയാനും ആ ഒരു ബിസിനസ് കാരണമാകുന്നില്ലേ? ശരിയാണ്, വിശുദ്ധ ഖുർആനും അതിനെ തള്ളിയിട്ടില്ല. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിരി, ലഹരിയെ സംബന്ധിച്ചും ചൂതാട്ടത്തെ സംബന്ധിച്ചുമൊക്കെ അവർ നിന്നോട് ചോദിക്കുകയാണ്. നബിയെ പറഞ്ഞു കൊടുക്കൂ, ഫീഹിമാ ഇസ്മുൻ കബീർ, അതിൽ വലിയ തോതിലുള്ള അപകടങ്ങളാണുള്ളത്, അതിൽ വലിയ തോതിലുള്ള തെറ്റുകളാണുള്ളത്. അതേ അവസരത്തിൽ വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ചില്ലറ ചില ഉപകാരങ്ങളും അതിലുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല, ശരി തന്നെയാണ്. പക്ഷേ അടുത്ത പോയിന്റിലേക്ക് ഇസ്ലാം കടന്നു. വഇസ്മുഹുമാ, എന്നാൽ അതിനുകൊണ്ട് കിട്ടുന്ന ഉപകാരങ്ങളെക്കാൾ അതുകൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന ഉപദ്രവങ്ങളും കുറ്റങ്ങളുമാണ് അക്ബറു മിൻ നഫ്ഇഹിമാ, ഭീതിജനകമായ തോതിൽ അതിൻ്റെ റേഞ്ച് വളരെ വലുതാണ്. ഉപകാരത്തെക്കാൾ അതിൻ്റെ ഉപദ്രവം 1000 മടങ്ങാണ് ജനങ്ങളെ. അതുകൊണ്ട് അത്തരത്തിലുള്ള പൈശാചികമായ പ്രവർത്തനങ്ങൾ കാരണത്താൽ മാനവ സമൂഹം ഇവിടെ തകരാറിലാവുകയാണ്, ശത്രുത വളരുകയാണ്, കുഴപ്പങ്ങൾ വർദ്ധിക്കുകയാണ്. ആരാധിച്ച് മനുഷ്യനായി മാറി നല്ല ഒരു ജീവിയായി മുന്നോട്ട് പോകുന്ന അവസ്ഥക്ക് പകരം മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച ഒരവസ്ഥയിലേക്ക് അവനെ കൊണ്ടുചെന്നെത്തിക്കുന്നതാണ് മദ്യവും മറ്റു കാര്യങ്ങളും. അതുകൊണ്ട് ഫഹല്ലൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായില്ലയോ? ഖുർആന്റെ വിളിയാളം, ആ വിളിയാളം ഇങ്ങനെ മദീനയുടെ തെരുവുകളിലൂടെ മുഴങ്ങി കേൾക്കുകയാണ്. ആ സമയത്ത് പല സ്വഹാബിമാരും ചുണ്ടോടടിപ്പിച്ച മദ്യത്തിൻ്റെ ചഷകങ്ങളുണ്ട്, കോപ്പകളുണ്ട്, ശേഖരിച്ചു വെച്ച പാത്രങ്ങളുണ്ട്, കന്നാസുകളുണ്ട്. അത് മുഴുവനും അങ്ങ് തല്ലി തകർക്കുകയാണ്. മദീനയുടെ തെരുവീതികളിലൂടെ മദ്യത്തിൻ്റെ പുഴയൊഴുകി എന്നുള്ളത് ഭംഗിവാക്കല്ല, അത് ചരിത്രം രേഖപ്പെടുത്തിയ യാഥാർത്ഥ്യമാണ്. അവിടെ മറ്റു കാര്യങ്ങൾക്ക് പിന്നെ ചിന്തയില്ല. റഹ്മാനായ റബ്ബിൻ്റെ വിളിയാളമാണ്. റബ്ബാണ് പറയുന്നത്, ജനങ്ങളെ ഇതിൽ ഉപദ്രവമാണ് കൂടുതലുള്ളത്, ഉപകാരമല്ല, അവസാനിപ്പിച്ചോളൂ, അതാണ് നിങ്ങൾക്ക് സുരക്ഷ. അവരവസാനിപ്പിച്ചു. ഇൻതഹൈന, ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹം അതാ മദ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായും അവര് മുക്തരായി. ഇന്നിൻ്റെ ലോകം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതുണ്ടോ? എന്തേ അള്ള പറഞ്ഞില്ലേ? ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ദൂഷ്യങ്ങൾ എത്രത്തോളമാണ്? എന്തേ ഏതൊരു തെറ്റുകൾ എടുത്തു നോക്കൂ, ലഹരിയാണ് അതിൻ്റെ പിന്നിലുള്ളത്. ലഹരി കച്ചവടക്കാരുണ്ട്, മാഫിയകളുണ്ട്, അതിൻ്റെതായ കരിയർമാരുണ്ട്, അതെത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. മാതാപിതാക്കൾ
കുടുംബസമേതം ഒന്നിച്ചിരുന്ന് MDMA അനുഭവിക്കുന്നവരുണ്ടെന്ന്. മയക്കുമരുന്നിൻ്റെതായ ലോകത്ത് നിന്ന് എങ്ങനെയോ ഒരു കുതിരത്ത് കൊണ്ട് രക്ഷപ്പെട്ട് മീഡിയകൾക്ക് മുമ്പിൽ മനസ്സ് തുറന്ന ചെറുപ്പക്കാരെ, നിങ്ങളെപ്പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ എത്രയോ കാലമായി സിന്തറ്റിക് ലഹരിയുടെ ലോകത്ത് തിമർത്താടി ജീവിച്ചിട്ടുള്ള ഒരു പയ്യൻ മീഡിയകളോട് പറഞ്ഞ വാർത്തകൾ കേട്ടാൽ ആർക്കാണ് ഞെട്ടിത്തെറിക്കാതിരിക്കാൻ സാധിക്കുക? ആ മോൻ പറയുന്നത് എന്താണെന്നോ, അവരതിൻ്റെ വിൽപ്പനക്കാരനായിരുന്നു, അവനത് ഉപയോഗിക്കുന്നയാളായിരുന്നു. അത് കഴിച്ചാൽ പിന്നെ മണിക്കൂറുകളോളം മനുഷ്യൻ നിന്ന് തുള്ളുകയാണ്, അവന് ഉറക്കം വരില്ല, വല്ലാത്തൊരു വീര്യമാണ് അവന് വരുന്നത്. അതേപോലെ തന്നെ അവൻ്റെ മുമ്പിൽ പിന്നെ ബാപ്പയല്ല, ഉമ്മയല്ല, ഉമ്മയും അവൻ്റെ കാമം തീർക്കുവാനുള്ള ഭോഗവസ്തുവാണ്. ഈ അടുത്തല്ലേ നമ്മുടെ മലയാളക്കര സാക്ഷ്യമായത്, ഒരു ഉമ്മയതാ മീഡിയകളെ വിളിച്ചു വരുത്തിയിട്ട് മീഡിയകളുടെ മുമ്പിൽ ഒരു ഉമ്മ പൊട്ടിക്കരയുകയാണ്. മുഖം മറച്ച ഒരു ഉമ്മ, ആ ഉമ്മയാരാണെന്ന് കാണാതിരിക്കാൻ, എന്നാൽ അവർക്ക് തൻ്റെ മോനെക്കുറിച്ച് പറയാതിരിക്കാനും വയ്യ. മീഡിയകളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സഹോദരി പങ്കുവെച്ചതെന്താ, എൻ്റെ മോൻ എൻ്റെ വീട്ടിലേക്ക് രാത്രി കയറി വരുമ്പോൾ ഞാൻ പൂച്ചയെപ്പോലെ പേടിച്ചെൻ്റെ റൂമിലേക്ക് ഒതുങ്ങാറാണ് പതിവുള്ളത്. വാതിൽ ലോക്ക് ചെയ്യാതെ എനിക്ക് കിടന്നുറങ്ങാൻ ധൈര്യം വരുന്നില്ല. എൻ്റെ മോൻ എൻ്റെ അടുത്ത് വരികയാണ്, ഉമ്മ എന്ന സ്നേഹത്തോടെ ഉമ്മ വയ്ക്കാനല്ല, അവൻ്റെ കാമം തീർക്കാനുള്ള ഭോഗവസ്തുവായി 10 മാസം അവനെ നൊന്തുപറ്റ ഉമ്മയെ ലൈംഗികമായ ആവശ്യത്തിന് വേണ്ടി പ്രാപിക്കുവാൻ വേണ്ടി ഉമ്മയെ സമീപിക്കുന്ന ബെഡ്റൂമിൽ ചെന്ന് ഉമ്മയെ സമീപിക്കാൻ വരുന്ന മോനാണ്. ഞാൻ എങ്ങനെ ഉറങ്ങാൻ എനിക്ക് സാധിക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടെ മക്കൾ ഉമ്മമാർക്ക് തുണയല്ലേ. മറ്റുള്ളവരുടേതായ കാമനോട്ടങ്ങളില്ലെന്ന്, മറ്റുള്ളവരുടേതായ അക്രമങ്ങളില്ലെന്ന് ഒരു വീട്ടിൽ ആൺമക്കൾ ഉണ്ടെങ്കിൽ എന്തൊരു ധൈര്യമാണ് ഇന്നത്തെ ഉമ്മമാർക്ക്. പക്ഷേ ആ ധൈര്യത്തിൻ്റെ അവസ്ഥ പോലും നമ്മുടെ വീടുകളിൽ ആൺമക്കൾ ഉണ്ടെങ്കിൽ ഉമ്മമാര് പേടിക്കേണ്ടി വരുന്നു. എവിടേക്കാ ലോകത്തിൻ്റെ പോക്ക്? MDMA എന്ന് പറയുന്ന രാസലഹരി അടക്കമുള്ള സിന്തറ്റിക് ലഹരികളുടെ കുത്തൊഴുക്കാണ് നമ്മുടെ കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നും നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളാണ് ഇതിൻ്റെയൊക്കെ പലപ്പോഴും മുമ്പിലുള്ളത്. ഇന്നും നിങ്ങൾ വായിച്ചില്ലേ, നമ്മുടെ ഈ സമുദായത്തിലെ ഒരു മെമ്പർ, ഒരു മുസ്ലിം പേരുള്ള മാപ്പിള ചെറുക്കൻ, അയാളെ അതാ MDMAയുമായി പോലീസ് വളയുകയാണ്. പോലീസിൻ്റെ പിടുത്തത്തിൽ പെടാതിരിക്കാൻ എത്രയും പെട്ടെന്ന് അയാൾ തൻ്റെ കയ്യിൽ അയാൾ വിൽപ്പനയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിട്ടുള്ള 2 പാക്കറ്റ് MDMA അയാൾ പെട്ടെന്നങ്ങ് വിഴുങ്ങുകയാണ്. വിഴുങ്ങി എന്ന് മാത്രമല്ല, പോലീസുകാർ കൊണ്ടുപോയി പരിശോധനയ്ക്ക് വേണ്ടി അയാളുടെ വയറ്റിൽ നിന്ന് സ്കാനിങ്ങിലൂടെ സാധനം കണ്ടെത്തി. അത് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല. ഏർപ്പെടുമ്പോഴേക്ക് ബോധം പോയി ആ ചെറുപ്പക്കാരൻ മയ്യത്തായി മരിച്ചു വീഴുന്നു. ഓ ഉമ്മമാരെ, എന്തിനാ എവിടേക്കാണ് നമ്മുടെ സമൂഹം എത്തിപ്പെടുന്നത്? എത്രയെത്ര തട്ടമിട്ട പെൺകുട്ടികളാണ് ഇതിൻ്റെ കരിയർമാരായി പോകുന്നത്. എന്തേ നമ്മുടെ മക്കൾക്ക് സംഭവിച്ചത്? എന്തേ നമ്മുടെ സമുദായത്തിന് സംഭവിച്ചത്? പരിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തെ വിളിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായില്ലേ എന്ന് വിളിച്ചു പറഞ്ഞത് ഒരു പ്രത്യേക രാത്രിയിലോ ഒരു പകലിലോ അങ്ങ് പറഞ്ഞതല്ല. മറിച്ച് ആ വിളിച്ച് പറയുന്നതിൻ്റെ മുമ്പേ റബ്ബൊരു കാര്യം വിളിച്ചു പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ മാത്രമുള്ള ഒരു ഈമാനികമായ മാനസികമായ അവസ്ഥയും റബ്ബിനെ കുറിച്ചുള്ള പേടിയും പരലോകത്തെക്കുറിച്ചുള്ള ഭയവുമൊക്കെ പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തോടാണ് അള്ളാഹ് നിങ്ങൾക്ക് അവസാനിപ്പിക്കാനായില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവരവസാനിപ്പിച്ചത്. ഇവിടെയാണ് നമ്മൾ പരിഹാരം കാണേണ്ടത്. എന്തേ പ്രശ്നം എന്ന് അന്തിച്ചർച്ചകളിലൂടെ ചാനലുകൾ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. പ്രശ്നങ്ങൾ എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്, പക്ഷേ പരിഹാരമുണ്ടോ? അതാണ് ഖുർആനിന് പറയാനുള്ളത്. അതേ ഒരു സമൂഹത്തെ അള്ളാഹു എങ്ങനെയാണോ പരിവർത്തിപ്പിച്ചത്,
ഏകനായ റബ്ബിൻ്റെ മുമ്പിലേക്ക് മരണാനന്തരം പോയി നിൽക്കണമെന്നും വിചാരണയുണ്ടെന്നും ഈമാനികമായ നിലക്ക് ഞാൻ ഉന്നതി പ്രാപിച്ചിട്ടില്ലെങ്കിൽ കത്തിയാളുന്ന നരകത്തിയിൽ വെന്തരിയേണ്ടി വരുമെന്നുമുള്ള ആ ഒരു മതരംഗത്തുള്ള മതബോധവും ആ ധാർമ്മികമായ പാഠവും നമ്മുടെ മക്കൾക്ക് കിട്ടാതെ പോകുന്നു. അതാണ് പരിഹാരം, അതാണ് പ്രശ്നം. എന്തേ നമ്മളെ മക്കൾ പഠിക്കുന്നുണ്ടോ? ചിന്തിക്കും ഉമ്മമാരെ, ഉപ്പമാരെ. ഇതുപോലെയുള്ള വേദികളിൽ ടീനേജുകാരി എത്ര വന്നിരിക്കുന്നുണ്ട്. എത്ര ടീനേജുകാരി കസേരകളിലുണ്ടാകും. നമ്മുടെ മക്കൾ ആലോചിക്ക്, കണക്കെടുക്ക്. എൻ്റെ വീട്ടിൽ എനിക്കെത്ര പ്രായം തികഞ്ഞ ടീനേജുകാരായ ആൺമക്കൾ എത്രയുണ്ട്, പെൺമക്കൾ എത്രയുണ്ട്. ഞാൻ നോട്ട് ബുക്കും ഖുർആനും പെൻസിലുമൊക്കെയായി എൻ്റെ ഗുരുനാഥന്മാർ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ഖുർആൻ ക്ലാസ്സുകളിലേക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ ടീനേജുകാരിയായ മകൾ കൂടെ വരുന്നുണ്ടോ? എൻ്റെ ടീനേജുകാരനായ മകൻ എൻ്റെ കൂടെ വരുന്നുണ്ടോ? പലപ്പോഴും അവർ നമ്മുടെ മുമ്പിൽ കള്ളം പറയുകയാണ്. എനിക്ക് പ്രൊജക്റ്റ് ചെയ്യാനുണ്ട് ഉമ്മ, എനിക്ക് ട്യൂഷനുണ്ട് ഉമ്മ, എനിക്ക് കമ്പ്യൂട്ടർ വർക്കുകളുണ്ട് ഉമ്മ, എനിക്കൊരുപാട് പ്രത്യേകമായ പോർഷനുകൾ പഠിച്ചു തീർക്കാനുണ്ട് ഉമ്മ. അതുകൊണ്ട് ഉമ്മ വയ്ക്കോ, ഞങ്ങളിവിടെ ഇരുന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞ് ആ സമ്മതവും വാങ്ങിയിട്ട് നിങ്ങളിവിടെ 1-1.5 മണിക്കൂർ ഗുരുവര്യൻ്റെ മുമ്പിലിരുന്ന് ഖുർആൻ കേൾക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ പഠിക്കാനെന്ന് പറഞ്ഞ് നിങ്ങളോട് സമയവും വാങ്ങിയിട്ട് അവർ നെറ്റിൻ്റെ ലോകത്ത്, സൈബറിൻ്റെ ലോകത്ത് അധാർമികതയുടെ ചെളിക്കുണ്ടിലൂടെ അവർ മുന്നോട്ട് പോകുന്നു. പിന്നെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ പാപ്പ, നിങ്ങൾ ഉമ്മ, നിങ്ങൾക്കൊക്കെ പ്രായമായി, നിങ്ങളെന്ത് പറഞ്ഞിട്ടെന്താ, ഉപദേശിക്കണോ? അവർ നിന്നു തരും. അവരിങ്ങനെ ബുദ്ധൂസ് പോലെ മുമ്പിൽ വന്ന് നിന്നു തരും. ഉപദേശിക്കാൻ ബാപ്പ വിളിച്ചാലും അമ്മ വിളിച്ചാലും അവർ മൈൻഡാണ്. കാരണം അതിനൊക്കെ ട്രോളാൻ അവരിന്നൊരു പേര് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഉമ്മാടെ വിളിയുണ്ട്, പോയി നോക്കാം, ഉമ്മാക്കെന്തോ എന്ന് പറയാനുണ്ട്. ഉപ്പയുടെ വിളിയുണ്ട്, പോയി നോക്കാം, എന്തോ ഉപദേശിക്കാനുണ്ട്. ആ ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞാൽ മോൻ ചോദിക്കും, മോള് ചോദിക്കും, ഉമ്മാനോടും ഉപ്പാനോടും നിങ്ങൾക്ക് ഇതല്ലാതെ ഒന്നും പറയാനില്ലേ? നിങ്ങളൊക്കെ ജീവിച്ച കാലമാണോ ഇത്? അതെ. എന്നിട്ടവരതിനെക്കുറിച്ച് ഉമ്മയും ബാപ്പയും കേൾക്കാതെ ഒരുപക്ഷെ കേൾപ്പിച്ചുകൊണ്ടും ഒരു കമൻറ്റും പാസ്സാക്കും. പാപ്പാക്ക് തന്ത വൈബാണ്, ഉമ്മാക്ക് തള്ള വൈബാണ്, അത് തള്ള വൈബാണ്, അത് തന്ത വൈബാണ്. ഈ രൂപത്തിലുള്ള ട്രോളാനുള്ള ചില വാചകങ്ങളും പഠിച്ചു വെച്ചിട്ട് തന്നെ ഉപദേശിക്കുന്ന പ്രിയപ്പെട്ട ബാപ്പയോട്, ഉമ്മയോട് അല്പം പോലും ഒരു സ്നേഹം കാണിക്കാത്ത, ആദരവ് കാണിക്കാത്ത മക്കളെ നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ വളർത്തിയുണ്ടാക്കിയിട്ട് നിങ്ങൾ മാത്രം ക്ലാസ്സുകൾക്ക് പോയിട്ടെന്താ ഉമ്മമാരെ? നിങ്ങൾ മാത്രം ഖുർആൻ പഠിക്കാൻ പോയിട്ടെന്ത് പ്രയോജനമുണ്ട് ഉപ്പമാരെ? കാരണം അള്ളാൻ്റെ കലാമോദിയിട്ട് അവരോടൊരു കാര്യം പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ മാത്രം അവരുടെ മനസ്സ് വിശാലമാകണ്ടേ? അവർ നിങ്ങളല്ലാനെ പഠിച്ചതുപോലെ അവർ പഠിച്ചിട്ടില്ലല്ലോ. റസൂലുള്ളാനെ അവർ പഠിച്ചിട്ടില്ലല്ലോ. പരലോക കോടതിയെ അവർ പഠിച്ചിട്ടില്ലല്ലോ. അവിടുത്തെ വിചാരണകൾ അവർ പഠിച്ചിട്ടില്ലല്ലോ. അള്ളാന്റെ കിതാബ് പരിചയപ്പെടുത്തുന്ന വിജ്ഞാനത്തിൻ്റെതായ ഒരു അറകളിലേക്കും അവർക്ക് പ്രവേശനം കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം പരിഹാരങ്ങളുടെ തുരുത്തുകളിലേക്ക്, പരിഹാരങ്ങളുടെ മേഖലകളിലേക്ക് ഓരോ രക്ഷിതാവിൻ്റെയും ശ്രദ്ധ തിരിയണേ എന്നാണ് ഈ വിശുദ്ധ റമദാനിൻ്റെ ഈ രാത്രിയിൽ എനിക്കെന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നമ്മുടെ സമൂഹം പലപ്പോഴും അതാ നമ്മുടെ നാട്ടിലൊക്കെ ആലോചിച്ചു നോക്ക്. നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ കാര്യമായി തുനിയുകയാണ്. എന്തിനെ? ഓരോ ജില്ലകളിലും നടപ്പിലാക്കാൻ നൈറ്റ് ലൈഫ് കൊണ്ടുവരികയാണ്. പല രാജ്യങ്ങളും പരീക്ഷിച്ച് പരാജയപ്പെട്ട് തെരുവുകളിൽ ആളുകൾ അങ്ങനെ MDMA-യും ലഹരി മരുന്നുകളുമൊക്കെ അടിച്ച് ഇങ്ങനെ പേക്കോലങ്ങളായി തെരുവുകളിൽ, ഫുട്പാത്തുകളിലും റോഡുകളിലുമൊക്കെ കുഴഞ്ഞു വീണ് കിടക്കുന്ന രംഗങ്ങൾ പല രാഷ്ട്രങ്ങളുടെയും അത്തരത്തിലുള്ള തെരുവുകൾ കണ്ടിട്ട് അത്തരം രാജ്യങ്ങൾ പോലും ധാർമ്മികതയുടെ മേഖലകളിലേക്ക് തിരിഞ്ഞു ചിന്തിക്കാൻ തുടങ്ങുന്ന നേരത്ത് നമ്മുടെ നാട്ടിലെ സർക്കാർ എന്ത് ചെയ്യുന്നു? തിരുവനന്തപുരത്ത് തുടക്കമിട്ടു. കോട്ടയം ജില്ലയിലേക്കും ഇനി മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും എന്ന് വേണ്ട സർവ്വ ജില്ലകളിലും നൈറ്റ് ലൈഫ് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്.
എന്തെന്ത് രൂപത്തിലുള്ള വലിയ അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്. നേരം വെളുക്കുവോളം സജീവമാകുന്ന തെരുവുകൾ, അവിടെയെല്ലാം കിട്ടും. അവിടെ കുടിച്ചു കൂത്താടാം, അവിടെ ബഹളങ്ങൾ ഉണ്ടാകാം, അവിടെ പ്രയാസങ്ങൾ ഉണ്ടാകാം. അവിടെ പിന്നെ അമ്മയും മകളുമില്ല, അവിടെ പിന്നെ ബാപ്പയും സഹോദരനുമില്ല. എല്ലാവരും തുല്യരാണ്. കാരണം ഒറ്റ എണ്ണത്തിന് ബോധമില്ല. ഇങ്ങനത്തെ നൈറ്റ് ലൈഫ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇങ്ങനത്തെ നൈറ്റ് ലൈഫ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ സഹോദരങ്ങളെ? പരിഹാരം കാണേണ്ടവർ കൂടുതൽ കൂടുതൽ നൂലാമാലകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അന്തിച്ചർച്ചകൾ ഗംഭീരമാണ്. എന്തേ ഇങ്ങനെ സംഭവിച്ചത്? 2 പെൺകുട്ടികളാ, ടീനേജുകാരികളായ പെൺകുട്ടികളാണ്. ഇന്നലെ അവർ വണ്ടി കയറി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. 2 പെൺകുട്ടികളാണ്. ഓർക്കണം, ആൺകുട്ടികളായ നമ്മുടെയൊക്കെ ആ കാലത്തേക്ക് പോലും ഒന്ന് തിരിഞ്ഞു നോക്ക്. നമുക്ക് നമ്മുടെ രാജ്യം വിട്ട് അടുത്ത ഒരു പഞ്ചായത്തിലേക്ക് ഒറ്റക്ക് പോകാൻ ധൈര്യം വന്നിരുന്നോ? ഇന്നിപ്പോൾ കേരളം വിട്ടു അവർ പോയി ബോംബെയിലിറങ്ങി. ബോംബെയിലിറങ്ങിയിട്ട് ഏറ്റവും ഉന്നതമായ നിലക്ക് അവർക്ക് തോന്നിയ ഒരു സലൂണിൽ അവർ കയറി. സലൂണിൽ കയറിയിട്ട് അവർ പറഞ്ഞു, മുടിയൊന്ന് ബോബ് ചെയ്യണം, മോഡലൊന്ന് മാറ്റണം, ലിപ്സ്റ്റിക്കൊക്കെ ഇടണം, മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറ്റണം, പുരികമൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യണം, ഒന്ന് മോഡലൊന്ന് കൃത്യമായി മാറ്റണം. ചോദിച്ചു, ആ സലൂൺ നടത്തിപ്പുകാരി ചോദിച്ചു, മക്കളെ നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കേരളത്തിൽ മഞ്ചേരിക്കാരാണ്. നിങ്ങൾ അങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ ഈ ബോംബെയിൽ വന്നതാണ്. എന്താ നിങ്ങൾക്കിവിടെ? ഞങ്ങളുടെ കൂട്ടുകാരിയുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വന്നതാണ്. അയാൾ മലയാളിയാണോ? അല്ല. അയാൾ ഹിന്ദിക്കാരനാണോ? അതെ. നിങ്ങൾക്കെന്താണ് പരിചയം? കൂടെ പഠിച്ചവരാണോ? അല്ല. ഞങ്ങൾ ഇൻസ്റ്റയിലൂടെ പരിചയപ്പെട്ട് ഫ്രണ്ട്സ് ആയതാണ്. ഇൻസ്റ്റയിലൂടെയുള്ള പരിചയത്തിന് വേണ്ടി ബോംബെയിലെ തെരുവീതികളിൽ പോയിട്ട് മുടി ബോബ് ചെയ്ത് പുരികം ത്രെഡ് ചെയ്ത് കല്യാണത്തിന് പോകാനെന്ന പേരിൽ സ്വന്തം പെറ്റിയ തള്ളയുടെ മനസ്സ് നോയിപ്പിച്ചിട്ട്, മാതാപിതാക്കളുടെ മനസ്സിനെ വേദനിപ്പിച്ച്, അവരുടെ മനസ്സിൽ തീക്കോരിയിട്ടിട്ട്, അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് 2 പെൺകുട്ടികൾ അങ്ങ് ബോംബെയിലേക്ക് പോയി. അവരിപ്പോ തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പരാതി എന്തെന്നല്ലേ? ഉപ്പ മുടി ബോബ് ചെയ്യാൻ സമ്മതിക്കാത്ത ഉപ്പയാണ്, പുരികം ത്രെഡ് ചെയ്യാൻ അനുവദിക്കാത്ത ഉപ്പയാണ്, ആഗ്രഹങ്ങൾക്ക് എതിരി നിൽക്കുന്നു എന്നൊക്കെയാണ് ആ മക്കൾ പറയുന്നത്. ഞാൻ അതിൻ്റെ തെറ്റുശരികളിലേക്കല്ല പോകുന്നത്. അമിതമായ നിലക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ പോലും അനുവദിച്ചു കൊടുക്കാത്ത മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ്. കുട്ടികൾ ആവശ്യപ്പെടുന്ന ഹലാലായ കാര്യങ്ങൾക്ക് പോലും അനുവാദം കൊടുക്കാതെ അവരെ സ്നേഹിക്കുന്നു എന്ന പേരിൽ അവരെ വെറുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കാണിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ അവരും തിരുത്തണം. സ്നേഹം എന്നത് നമ്മുടെ മനസ്സിൽ വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. മക്കൾക്ക് തോന്നണം, എൻ്റെ ഉപ്പാക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന്, ഉമ്മാക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് നമ്മുടെ വീട്ടിലെ മക്കൾക്ക് തോന്നണം. അതിനനുസരിച്ച് നമ്മളത് പ്രകടിപ്പിക്കണം. പക്ഷേ അത് വടിയെടുത്ത് തല്ലിയിട്ടല്ല, ഏത് സമയവും കാരണവർ ചമഞ്ഞിട്ട് അവരെ ദേഷ്യപ്പെടുത്തിയിട്ടല്ല. ഒരു കൂട്ടുകാരൻ്റെ റോളിൽ നിങ്ങളവരെ ചേർത്ത് പിടിക്ക്. നിങ്ങളുടെ മക്കൾക്ക് പുറം ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറയാൻ ഒന്നാമത്തെ കോടതി നിങ്ങൾ തന്നെയാവണം, നിങ്ങളുടെ വീടാവണം. ഉപ്പയെ വിശ്വസിക്കണം, ഉമ്മയെ വിശ്വസിക്കണം. കുട്ടികൾ എന്തെങ്കിലും ഒന്ന് വന്ന് പറയുമ്പോഴേക്ക് എടുത്ത പടി അതിനോട് ചൂടായി കഴിഞ്ഞാൽ പിന്നീട് അവർ നമ്മളോട് പറയില്ല, പിന്നെ അടുത്ത ഓട്ടോക്കാരനോടാണ് പങ്കുവെക്കുക, അടുത്ത വീട്ടിലെ മറ്റേതോ ആളോടാണ് പങ്കുവെക്കുക, ബസ് കണ്ടക്ടറോടാണ് പങ്കുവെക്കുക, ഏതെങ്കിലും രോഗത്തിൻ്റെ വേറെ ഏതെങ്കിലും മൂലയിലുള്ള ആളുകളോടാണ് ഇൻസ്റ്റയിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പുകളിലൂടെ അവർ സംവദിക്കുക. അങ്ങനെ അവർക്ക് തോന്നിത്തുടങ്ങും, എൻ്റെ വീടെനിക്ക് ജയിലാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാക്ക് എന്നോട് വെറുപ്പാണ്, ഉപ്പാക്ക് എന്നോട് സ്നേഹമില്ല, അതുകൊണ്ട് ഇനി ഇവിടെ നിന്നുകൂടാ. എന്നോട് സ്നേഹം കാണിച്ച് ചിരിച്ച് കൊഞ്ചുന്ന, വേണമെങ്കിൽ എനിക്കൊരു ഐസ്ക്രീം വാങ്ങിത്തരുന്ന, വേണമെങ്കിൽ എനിക്കൊരു ചായ ഓഫർ ചെയ്തു തരുന്ന, വേണമെങ്കിൽ എനിക്കൊരു ഫ്രീ ലിഫ്റ്റ് തരുന്ന എൻ്റെ ഈ ആളാണ് എന്നെ സ്നേഹിക്കുന്നത്, എൻ്റെ ഉമ്മയല്ല, എൻ്റെ ഉപ്പയല്ല എന്ന് തോന്നിത്തുടങ്ങുന്ന പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും രക്ഷിതാക്കൾ കാരണക്കാരായി മാറുന്നുണ്ടെങ്കിൽ അതും തിരുത്തേണ്ടതാണ്. പക്ഷേ അതോടൊപ്പം ഹറാമായ ഒരു കാര്യത്തിനും മക്കൾക്ക് കൂട്ടുനിൽക്കുവാനും പാടില്ല.
തിരുത്തേണ്ട ശൈലികളുണ്ട്, തിരുത്തിക്കൊടുക്കേണ്ട വാചകങ്ങൾ പോലുമുണ്ട്. സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം. അപ്പോഴേ അവർ വീട് വിട്ട് പോകാതിരിക്കുകയുള്ളൂ. ഇനി വീട് വിട്ട് പോകുന്ന മനസ്സെങ്ങനെ ഉണ്ടായി? അതാരാ ഇവിടെ ഉണ്ടാക്കിയത്? എന്തും ചെയ്യുവാനുള്ള ഒരു മനസ്സിവിടെ മക്കളുടെ മനസ്സിൽ കൊടുത്തതാരാണ്? പണ്ടൊക്കെ പുസ്തക സഞ്ചികളിൽ കണ്ണിമാങ്ങയാണുണ്ടായിരുന്നത്, മയിൽപീലിയാണുണ്ടായിരുന്നത്. ഇന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ പുസ്തക സഞ്ചിയിൽ ലിപ്സ്റ്റിക്കുകളാണ്, അതേപോലെ തന്നെ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളാണ്, മേക്കപ്പിൻ്റെ പെട്ടികളാണ്. പണ്ട് ജോമെട്രി ബോക്സായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് മേക്കപ്പ് ബോക്സുകളാണ് നമ്മുടെ പെൺമക്കളുടെ പുസ്തക സഞ്ചിയിലുള്ളത്. അതേപോലെ തന്നെ MDMA-യുടെയും കഞ്ചാവിൻ്റെയും പൊതികളാണുള്ളത്. തൻ്റെ സഹപാഠിയുടെ തലയോട്ടി തച്ച് തകർക്കുവാൻ വേണ്ടി പാകമുള്ള നഞ്ചക്കുകളാണ് അവരുടെ ബാഗുകളിലുള്ളത്. അവൻ്റെ മുഖം ഇടിച്ച് ചമ്മന്തിയാക്കി അവൻ്റെ കണ്ണുകൾ ഉള്ളിലേക്ക് തള്ളിയിട്ട് അതിന് മാത്രം മാരകമായ നിലക്കുള്ള ഇടിവളകളുമായിട്ടാണ് നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നത്. ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമോനെ ഇടിച്ച് ചമ്മന്തിയാക്കിയിട്ട് അവൻ തൻ്റെ കൂട്ടുകാർക്ക് നൽകിയ ഒരു വാട്സപ്പ് മെസ്സേജ് മീഡിയകൾ ഇവിടെ പ്രദർശിപ്പിച്ചല്ലോ. ഒന്ന് പോയി നോക്കടാ ഷഹബാസിൻ്റെ മുഖം, അവൻ്റെ കണ്ണ് പോലും കാണാത്ത വിധത്തിൽ ഞാൻ ഇടിച്ച് ചമ്മന്തിയാക്കിയിട്ടുണ്ട്. ഇടിവള ഈ കുട്ടികൾക്ക് എവിടെ നിന്ന് കിട്ടി ഇടിവള? അവൻ്റെ സ്കള്ള് തകർന്നു പോയിട്ടുണ്ട്. മാരകമായ നിലക്കുള്ള നഞ്ചക്കെന്ന് പറയുന്ന ഇരുതലയും പിടിച്ചുകൊണ്ട് മിന്നുന്ന അതിശക്തമായി മനുഷ്യനെ പ്രഹരിച്ച് കൊല്ലുവാൻ തക്ക ശേഷിയുള്ള നഞ്ചക്കെന്ന് പറയുന്ന ഈ മാരകമായ ആയുധം കുട്ടികൾക്ക് എവിടെ നിന്ന് കിട്ടി? അവരുടെ പുസ്തക സഞ്ചികളിൽ ഇതെവിടെ നിന്ന് വന്നു? ഇത് ഉപയോഗിക്കുന്നതിനെതിരെ അല്ലെങ്കിൽ കുട്ടികൾ മോശപ്പെട്ട ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ തനിക്ക് അറിവ് പകർന്നു തരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പൊന്നുമോനെ നീ ഇങ്ങനെയൊന്നും നടന്നാൽ പോരാ, നീ ഇതൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ പോലും ആ ഗുരുനാഥന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് മാഷേ നിങ്ങൾ സദാചാര പോലീസ് ചമയണ്ട, നിങ്ങൾക്ക് സർക്കാർ ഞങ്ങളെ പഠിപ്പിക്കാൻ ആ ശമ്പളം തരുന്നത് അത് വാങ്ങി പോക്കറ്റിലിട്ട് പോയാൽ മതി. എൻ്റെ ഫോണ് പിടിച്ചു വെക്കാനോ എൻ്റെ പുസ്തക സഞ്ചി പരിശോധിക്കാനോ ഒന്നും നിങ്ങളെ ഇവിടെ സർക്കാർ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മര്യാദക്ക് എൻ്റെ ഫോണിങ് തന്നോ, ഇല്ലെങ്കിലും മാഷയെ നിങ്ങൾ വിവരമറിയും. പുറത്തേക്ക് ഇറങ്ങൂ മാഷേ, നിങ്ങളെ ഞാൻ തീർത്ത് കളയും. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാണ്, എന്നെ നിങ്ങൾക്കറിയില്ല എന്നൊക്കെ ഗുരുനാഥന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് 6ാം ക്ലാസ്സുകാരനും 8ാം ക്ലാസ്സുകാരനുമൊക്കെ പറയാനുള്ള ഈ ഒരു ധൈര്യം എവിടെ നിന്ന് കിട്ടി? എവിടുന്നാണ് ഇതൊക്കെ കിട്ടിയത്? അവിടെയാണ് ചോദ്യത്തിന് ഉത്തരം വരുന്നത്. നിരീശ്വര നിർമ്മതവാദികൾ അവരഴിഞ്ഞാടി സോഷ്യൽ മീഡിയകളിലൂടെ. കൊറോണയ്ക്ക് ശേഷം സൈബർ ലോകം സജീവമായി. കൊച്ചുകുട്ടികൾക്ക് പോലും പഠിക്കാനുള്ള മീഡിയകൾ നമ്മുടെ ഫോണുകളായി. അതിൽ അവർ കണ്ടുവരുന്ന റീൽസുകൾ, അതിൽ അവരുടെ കണ്ണുകളിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഒരു 25 വയസ്സുള്ള ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിക്കും മാത്രം അവരുടെ മണിയറയിൽ ചെന്നാൽ സംവേദ്യമായിരുന്ന വിജ്ഞാനത്തിൻ്റെ കലവറകളാണ് 6ഉം 7ഉം 8ഉം വയസ്സുള്ള നമ്മുടെ കൊച്ചുമക്കൾ ഇന്ന് റീൽസുകളിലൂടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ ആരാണ് നിയന്ത്രിക്കേണ്ടത്? അതിന് വളം വെച്ചു കൊടുക്കുന്ന വിധത്തിൽ ആളുകൾ കുറേ മുദ്രാവാക്യങ്ങൾ ക്യാമ്പസുകളിൽ വെച്ചു. ക്യാമ്പസുകളിൽ അവർ കുട്ടികൾ സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ചില മുദ്രാവാക്യങ്ങൾ വെച്ചു. മൈ ബോഡി മൈ ചോയ്സ്, മൈ ലൈഫ് മൈ ചോയ്സ്. എൻ്റെ ജീവിതം അത് തീരുമാനിക്കേണ്ടത് ഞാനാണ്, എൻ്റെ സ്കൂളിലെ മാഷന്മാരല്ല, എന്നെ പെറ്റ എൻ്റെ തള്ളയല്ല, എന്നെ പോറ്റുന്ന എൻ്റെ ഉപ്പയല്ല, ആരുമല്ല. എൻ്റെ ബോഡി എൻ്റെ ചോയ്സാണ്, എൻ്റെ തീരുമാനമാണ്. ഞാൻ ആണായി ജീവിക്കണോ, ഞാൻ പെണ്ണായി ജീവിക്കണോ, അതിവിടെ ബാപ്പാക്കും തീരുമാനിക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മുടെ കേരള സർക്കാർ ഇപ്പോൾ വിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെ മേഖലയിലൂടെ മുന്നോട്ട് പോയിട്ട് അതാ സ്കൂളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമോളെ കൊച്ചുമോൻ്റെ കൈ പിടിച്ചിട്ട് മാഷുടെ മുമ്പിലേക്ക് അഡ്മിഷൻ രജിസ്റ്ററിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ജെൻഡർ ചോദിക്കുന്നില്ല. എന്താ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് എഴുതാനുള്ള കോളം ഇപ്പോൾ പുതിയ പ്രത്യേകമായ അഡ്മിഷൻ പേപ്പറുകളിൽ ഇല്ല. കാരണം തീരുമാനമായിട്ടില്ല. പ്രസവിച്ച ഉമ്മയാ കുട്ടിയെയും കൊണ്ട് ചെന്നിട്ടുള്ളത്. എൻ്റെ മോളെ ചേർക്കണം മാഷേ, ഇവള് പെണ്ണാണോ ആണാണോ ചോദിക്കാൻ പാടില്ല,
തീരുമാനിച്ചിട്ടില്ല. ഓള് പെണ്ണാണോ ആണാണോ തീരുമാനിച്ചിട്ടില്ല. 18 വയസ്സാവുമ്പോൾ തീരുമാനിക്കും ഞാൻ ആണാണോ പെണ്ണാണോ. അവിടേക്കാണ് നമ്മുടെ സർക്കാരുകൾ പോലും എത്തുന്നത്. രാജ്യത്തുള്ള പല ആളുകളും ഇനി ഇവിടെ ആണും പെണ്ണും എന്നത് മതി എന്ന് വരെ ലോക പോലീസ് ചമയുന്നവർക്ക് പോലും ബോധ്യമായ ഒരു കാലത്ത് അവരൊക്കെ ചവച്ചു തുപ്പിയ ചണ്ടികളെ വീണ്ടും ആർത്തിയോടെ വായിലേക്ക് വലിച്ചു കൊണ്ടുവരുന്ന പരിഷ്കാരത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട്, സമൂഹത്തിൻ്റെ സമത്വത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നിരീശ്വര നിർമ്മതവാദത്തിലേക്ക് നമ്മുടെ മക്കളെ വഴിതെളിച്ചവരാരോ അവരാണിതിൻ്റെ കാരണക്കാർ. അവർ കാരണക്കാരായി എന്നുള്ളത് അവരുടെ തൊഴിൽ അവർ ചെയ്യും. പക്ഷേ ചികിത്സ ചെയ്യേണ്ടത് നമ്മളല്ലേ? ചികിത്സിക്കേണ്ടവർ ചികിത്സിക്കുന്നുമില്ലെങ്കിൽ ഇവിടെ രോഗം വളരുകയല്ലാതെ ലോകത്തിൻ്റെ വളർച്ചയിൽ പിന്നെ രോഗം തളരുന്ന പ്രശ്നം വരാൻ പോകുന്നുണ്ടോ? അതുകൊണ്ടെന്താ പരിഹാരം? അതാ ഇസ്ലാം പറയുന്നത്, ധാർമ്മികതയുടെ ലോകത്തേക്ക് വന്നോളൂ, അള്ളാനെ അറിഞ്ഞോളൂ, പരലോകത്തെ പേടിച്ചോളൂ, ആ വിദ്യാഭ്യാസം നൽകിക്കോളൂ, കുട്ടികൾക്കത് കൊടുത്തോളൂ. ഉമ്മമാരെ, രക്ഷിതാക്കളെ, പല കേസുകളും കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചിരുന്നു, അതൊക്കെ അങ്ങ് പാശ്ചാത്യൻ രാജ്യങ്ങളിലാണ്, അതൊക്കെ വേറെ ഏതോ രാഷ്ട്രങ്ങളിലാണ്, നമ്മുടെ വീടകങ്ങളിലാണ് ഇതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവാണ് നമ്മൾക്കുണ്ടാകേണ്ടത്. അതേപോലെ തന്നെ സ്ത്രീകളോട് വലിയ ക്രൂരത കാണിച്ചു ഇസ്ലാം എന്നാണ് ചിലരൊക്കെ പുരപ്പുറത്ത് കയറി കൂവുന്നത്. ഇസ്ലാം വിളിക്കുന്നു, സ്ത്രീകളെ സുരക്ഷ വേണോ? ഖുർആനിലേക്ക് മടങ്ങിക്കോ. സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് ഖുർആൻ വിളിച്ചു പറയാണ്, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ട നിയമങ്ങൾ ഇവിടെയാണ്, ഇതിൽ അതിന് വിരുദ്ധമാണ് എന്ന് പറയുന്നവർ നിങ്ങളെ പറ്റിക്കുകയാണ്, നിങ്ങളെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് വലിയ രൂപത്തിലുള്ള ആദരവാണ് ഇസ്ലാം നൽകിയത്. അതുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിന് പുരുഷ ശരീരത്തെ അപേക്ഷിച്ച് അതിൻ്റെ ഹോർമോണുകളിലാണെങ്കിലും രൂപഭാവങ്ങളിലാണെങ്കിലും ആകർഷണീയതയിലാണെങ്കിലും അതിൻ്റേതായ നേർമ്മയിലാണെങ്കിലുമൊക്കെ പ്രകൃത്യാ ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ബോഡി പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചില ഭാഗങ്ങളൊക്കെ ചിലരിൽ നിന്ന് മറച്ചു വെച്ച് നിങ്ങൾ ജീവിക്കാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റാക്ക് ഉണ്ടാകും, ഇല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചു പറിക്കാൻ ആളുകൾ വരും, ഇല്ലെങ്കിൽ നിങ്ങളെ ബലാത്സംഗം ചെയ്യാനും നിങ്ങളെ കയറി പിടിക്കാനുമൊക്കെ ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ അലങ്കാരങ്ങൾ നിങ്ങൾക്ക് വിഹിതമായി അനുവദിക്കപ്പെട്ടു തരുന്ന ഭർത്താവിൻ്റെ മുമ്പിലല്ലാതെ നിങ്ങൾ വെളിവാക്കുവാൻ പാടില്ല. അതുകൊണ്ട് സ്ത്രീ സമൂഹത്തിന് പർദ ഇസ്ലാം നിർബന്ധമാക്കിയത്. പർദ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വേഷത്തെയല്ല ഞാൻ പറയുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ശരീരത്തിൻ്റെ നിമ്നോന്നതികൾ അന്യപുരുഷന് കണ്ട് ആസ്വദിക്കാനാവാത്ത നിലക്ക് മറച്ചുകൊണ്ടുള്ള ഒരു വസ്ത്രധാരണ രീതി, അത് സ്ത്രീക്ക് അവഹേളനമല്ല, അവൾക്ക് അഭിമാനമാണ്, അവൾക്ക് ആദരവാണ്. പെണ്ണിനെ അപമാനിക്കാനല്ല പർദ, പെണ്ണിനെ അവഹേളിക്കാനല്ല പർദ, അവളെ ആദരിക്കാനാണ്, അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിന്റെ വിളിയാളം നോക്കൂ, യാ അയ്യുഹൻ നബിയു, ഓ പ്രവാചകരെ, അങ്ങയുടെ ഭാര്യമാരോട്, അങ്ങയുടെ പെൺമക്കളോട്, അല്ലാ വനിസായിൽ മുഅ്മിനീൻ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും സ്ത്രീകളോട് പറഞ്ഞേക്കൂ നബിയേ, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മേൽവസ്ത്രങ്ങൾ അവർ മാറിലൂടെ താഴ്ത്തിയിടട്ടെ എന്നിങ്ങനെ വിശദമായി അതിൻ്റെ തുടർന്നുള്ള വചനങ്ങളിലും പറയുന്നുണ്ട്. അവരുടെ അലങ്കാരങ്ങൾ പുറത്തേക്ക് കേൾക്കുന്ന നിലക്ക് കാലുകൾ കൊണ്ട് പാദസരത്തിൻ്റെ കിലുക്കം പോലും കൊട്ടി പുറത്ത് കാണിച്ച് നിങ്ങൾ ആക്രമിക്കപ്പെടുന്നവരവസ്ഥയിലേക്ക് അന്യപുരുഷന്മാരുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന വിധത്തിൽ നിങ്ങൾ നടന്നു പോകരുത്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും തേൻ പുരട്ടി സംസാരിക്കാതിരിക്കാൻ നോക്കണം. എല്ലാവരും ഒരേ തരക്കാരാവില്ല. നിങ്ങളുടെ സംസാരം കേട്ടിട്ട് ആ സംസാരത്തിൽ ചില മാനസിക രോഗമുള്ള പുരുഷന്മാർക്ക് ചില ദുഷിച്ച വാസനകൾ, ചില ദുഷിച്ച ചിന്തകൾ
മുളപൊട്ടുവാൻ കാരണമായേക്കുന്ന വിധത്തിൽ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് നിങ്ങൾ അന്യപുരുഷന്മാരോട് സംസാരിക്കരുതേ. അത് നിങ്ങളുടെ പാരതന്ത്ര്യമല്ല, നിങ്ങളിൽ അവരുടെ ഒരു കാമനോട്ടം വരാതിരിക്കാനാണ്. അതേ അവസരത്തിൽ നല്ല വാക്കുകൾ നിങ്ങൾ പറയുകയും വേണം. ഇതൊക്കെ സ്ത്രീകളോട് പറഞ്ഞതെന്തിനാ? അവരുടേതായ സുരക്ഷിതത്വത്തിന് വേണ്ടി തന്നെയാണ്. ഒരന്യപുരുഷനും ഒരന്യ സ്ത്രീയും ഒരിടത്തും തനിച്ചാവാൻ പാടില്ല. ഒരന്യപുരുഷനും ഒരന്യ സ്ത്രീയെ വഴിവിട്ട നിലക്കുള്ള നോട്ടം നോക്കാൻ പാടില്ല. കാരണം അനാവശ്യമായ നോട്ടം കണ്ണിൻ്റെ വ്യഭിചാരമാണ്. അനാവശ്യമായ സംസാരം നാവിൻ്റെ വ്യഭിചാരമാണ്. അനാവശ്യമായ കാര്യങ്ങൾ കേൾക്കൽ, അശ്ലീലതകൾ കേട്ട് ആസ്വദിക്കൽ ചെവിയുടെ വ്യഭിചാരമാണ്. എത്രയെത്ര നിയമങ്ങളായി ഇസ്ലാം പഠിപ്പിച്ചത്. കണ്ണുകൾ നിങ്ങൾ താഴ്ത്തണം. പുരുഷനോടും പറഞ്ഞു, സ്ത്രീയോടും പറഞ്ഞു. ഇതൊക്കെ എന്തിനാ? ആ സ്ത്രീകൾ സമൂഹത്തിൽ മാന്യകളാണെന്നറിയപ്പെടാനാണ്. വലായുദൈൻ, അവർ പീഡിപ്പിക്കപ്പെടാതിരിക്കാനുമാണ്. അടിവരയിട്ടോ, അവർ പീഡിപ്പിക്കപ്പെടാതിരിക്കാനാണ് ഈ നിയമങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ. ഇവർ പറയുന്നു പെണ്ണിനെ പീഡിപ്പിക്കണേ, പർദ്ദ നിർബന്ധാക്കിയിട്ട് പെണ്ണിനെ പീഡിപ്പിക്കണേ. അള്ളാഹ് വിളിച്ചു പറയുന്നു പെണ്ണിനെ പീഡിപ്പിക്കാനല്ല, പെണ്ണിനെ പീഡിപ്പിക്കാതിരിക്കാനാണ്. അതുകൊണ്ടല്ലേ സിനിമാ നടീ നടന്മാർക്ക് പോലും തോന്നിയ കാലമാണ്. എത്രയെത്ര വാർത്തകൾ പുറത്തേക്ക് വന്നു. ലോകത്ത് മീ ടു എന്ന് പറഞ്ഞൊരു ക്യാമ്പയിന് പോലും സിനിമാ നടിമാര് നടത്തി. മീ ടു, എന്നെയും ആക്രമിച്ചിട്ടുണ്ട്, എനിക്കും പറയാനുണ്ട്. എന്നെയും ആ നടൻ ആക്രമിച്ചിട്ടുണ്ട്, എന്നെയും ആ പ്രൊഡ്യൂസർ ആക്രമിച്ചിട്ടുണ്ട്, എന്നെയും ആ സംവിധായകൻ ആക്രമിച്ചിട്ടുണ്ട്, എന്നെയും ആ സഹനടൻ പീഡിപ്പിച്ചിട്ടുണ്ട്. ഞാനുമുണ്ടത് പറയാൻ എന്നിങ്ങനെ പറഞ്ഞ് മീ ടു ക്യാമ്പയിൻ ആരംഭിച്ചു. നിയമങ്ങൾ കൊണ്ടുവന്നു. ഒരുപാട് ആളുകളുടെ പേരിൽ കേസുകൾ ഉണ്ടായി. എവിടുന്നാ നോക്കണം? ചെളിക്കുണ്ടിൽ നിന്നാണ് നാറ്റത്തിൻ്റെ കംപ്ലൈൻറ്റ് വരുന്നത്. ഇറങ്ങി നിൽക്കുന്നത് ചെളിക്കുണ്ടിൽ. ആ ചെളിക്കുണ്ട് എന്ന് പറയുന്നത് മാലിന്യത്തിൻ്റെ ചെളിക്കുണ്ടാണ്. അതിലിറങ്ങി നിൽക്കുന്നവന് പോലും സഹിക്കാഞ്ഞിട്ടവൻ മൂക്കുപൊത്തിയിട്ട് പറയുന്നു നാറ്റം, നാറ്റം. ആകെ ആക്രമിക്കാനും പീഡിപ്പിക്കാനും ആവശ്യമായ വേഷവും ഡാൻസും കെട്ടിപ്പിടിക്കലും ഉമ്മവക്കലും ഒക്കെ നടത്തുന്ന മേഖലയിൽ നിന്നിട്ടാ പറയണത് സഹിക്കാൻ പറ്റണില്ല. അതാ ഖുർആൻ വിളിക്കുന്നത്, പെണ്ണേ അടങ്ങി ഒതുങ്ങി നിന്നോ, നിന്റെ സുരക്ഷക്കാണീ പറയുന്നത്. അപ്പൊ വിളിച്ചു പറഞ്ഞു, പെണ്ണിനെ പർദ്ദക്കുള്ളിൽ പൊതിഞ്ഞോ. കാട്ടാള നിയമമാണ് മുഹമ്മദിൻ്റെത്, ക്രൂരമായ നിയമമാണ് മുഹമ്മദിൻ്റെത്. പെണ്ണിനെ 4 ചുമരുകൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്, അടുക്കളയിലെ പുഴുവാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ആണിന് കൊടുക്കുന്നതിൻ്റെ പകുതിയെ പെണ്ണിന് കൊടുക്കൂ. നേരത്തെ ഇവിടെ ഇക്ബാൽ ഇവിടെ നമ്മുടെ സഹോദരൻ സൂചിപ്പിച്ചില്ലേ, ഷുക്കൂർ സാഹിബ് സൂചിപ്പിച്ചില്ലേ ഒരു വീഡിയോ ചെയ്തതിനെ സംബന്ധിച്ച്. നമ്മുടെ ഡൽഹിയിലേക്ക്, നമ്മുടെ കേരളത്തിൽ നിന്നൊരു താത്ത വണ്ടി കയറി. എന്തിനാ വണ്ടി കയറിയതെന്നോ? ഞാൻ ഡൽഹിയിൽ പാർലമെന്റിന്റെ മുമ്പിൽ കിടന്ന് മരിക്കും. എന്തിനാ ഞാൻ മരിക്കുന്നത്? ഈ രാജ്യത്തുള്ള 9 കോടി മുസ്ലിം സ്ത്രീകൾക്കും ഇനി ലോകാവസാനം വരെ ജനിക്കാനിരിക്കുന്ന മുഴുവൻ മുസ്ലിം പെൺകുട്ടികൾക്കും നീതി കിട്ടാൻ വേണ്ടി ഞാൻ പാർലമെന്റിന്റെ മുമ്പിൽ ജീവൻ വെടിയും. ജീവനൊന്നും വെടിഞ്ഞില്ല താത്ത, നാട്ടിൽ തന്നെ വണ്ടി കയറി. നിയമമൊന്നും മാറിയില്ല. എന്താ പ്രശ്നം എന്നറിയോ? ഇസ്ലാം വളരെ ക്രൂരമായ നിയമമാണ്. ആണിൻ്റെ പകുതിയെ പെണ്ണിന് കൊടുക്കുന്നുള്ളൂ. ഇതിനേക്കാൾ വലിയ അനീതി എന്താ വേണ്ടത്? ഇതല്ലേ വലിയ നീതിയുടെ ഗ്രന്ഥമെന്ന് പറയുന്ന ഖുർആൻ. മാറ്റി എഴുതണം, മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ഡൽഹിയിൽ പോയി പാടിയവര് ഏത് ചട്ടങ്ങളാടോ നീ മാറ്റാൻ പറയുന്നത്? തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, ലോകത്തിൻ്റെ മുഴുവൻ നാടിമിടിപ്പുകൾ അറിയുന്ന ത്രികാലജ്ഞാനിയായ ഹക്കീമും ഹമീദുമായ റഹ്മാനായ റബ്ബിറക്കിയ നിയമത്തെ ചോദ്യം ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു? ചില പെണ്ണുങ്ങളൊക്കെ കമൻ്റ് അടിച്ചു. എന്ത്? താത്ത പറയുന്നതിലും കുറച്ചൊക്കെ കാര്യമുണ്ട്, അതൊക്കെ മാറ്റേണ്ട നിയമം തന്നെയാണ്. ഏക സിവിൽ കോഡ് വന്നാൽ പിന്നെ ഞമ്മക്കൊക്കെ ആങ്ങളൊക്കെ കിട്ടണ അത്ര തന്നെ സ്വത്ത് ഞമ്മക്കും കിട്ടും. സിന്ദാബാദ്. അതന്നെ വരട്ടെ വരട്ടെ വരട്ടെ. തട്ടമിട്ട പെൺകുട്ടികൾ അഭിപ്രായം പറയുന്നു. ഓ മോളെ, നീ ചിന്തിച്ചിട്ടുണ്ടോ? പെണ്ണിനോട് അനീതി കാണിച്ചോ ഇസ്ലാം? ഇസ്ലാം പെണ്ണിനോട് അനീതി കാണിച്ചോ? ആണിന് കൊടുക്കേണ്ട പകുതിയെ പെണ്ണിന് കൊടുക്കാവൂ എന്ന് ഇസ്ലാം എല്ലായിടത്തും നിയമം പറഞ്ഞിട്ടുണ്ടോ?
ഖുർആൻ പഠിക്കണ്ടേ, ഹദീസ് പഠിക്കണ്ടേ? എല്ലാ നിലക്കും ആണേതാ പെണ്ണേതാ നോക്കിയിട്ടല്ല ഇസ്ലാം സ്വത്തോഹരി വെക്കുന്നത്, മറിച്ച് മരിച്ചുപോയ ആളുടെ സ്വത്ത ഓഹരി വെക്കുന്നത്. അതിനാണ് അനന്തരാവകാശം എന്ന് പറയുന്നത്. ആ അനന്തരാവകാശം ഓഹരി വെക്കുമ്പോൾ മരിച്ചയാളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾക്കാരാരാണ് അത് നോക്കിയിട്ടാണ് കൂടുതലാകലും കുറവലാകലും. അങ്ങനെ കൂടിയാൽ അതിനതിൻ്റെ ന്യായങ്ങളുണ്ട്, കുറഞ്ഞെങ്കിൽ അതിനതിൻ്റെ ന്യായങ്ങളുണ്ട്. ഒരൊറ്റ എക്സാമ്പിൾ പറയട്ടെ. ഒരു വീട്ടിൽ ഞാനും ഉണ്ട്, എൻ്റെ പെങ്ങളും ഉണ്ട്. എൻ്റെ പെങ്ങൾക്ക് പെങ്ങളായി നിൽക്കുമ്പോഴും ചിലവില്ല. ഇനി അവളെ കല്യാണം കഴിച്ച് അളിയൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താലും അവൾക്ക് ചിലവില്ല. ഇനി അവൾ പ്രസവിച്ചൊരു ഉമ്മയായാലും അവൾക്ക് ചിലവില്ല. ഞാൻ എൻ്റെ വീട്ടിൽ അധ്വാനിക്കാനായാൽ ഞാൻ ജോലിക്ക് പോകണം, എൻ്റെ വാപ്പാനെ നോക്കണം, എൻ്റെ ഉമ്മാനെ നോക്കണം, എൻ്റെ പെങ്ങളെ നോക്കണം. ഞാൻ കല്യാണം കഴിച്ചാൽ എൻ്റെ ഭാര്യയെ നോക്കണം. എനിക്ക് മക്കളുണ്ടായാൽ എൻ്റെ മക്കളെ പോറ്റണം. എൻ്റെ വാപ്പയുണ്ടെങ്കിൽ ഉമ്മയുണ്ടെങ്കിൽ അവരെ ഒക്കെ ഞാൻ പോറ്റണം. ആർക്കാ ചെലവ്? ചെലവ് മുഴുവൻ ആണുങ്ങൾക്കാണ്. ആണുങ്ങളോടാ ഇസ്ലാം ചെലവഴിക്കാൻ പറഞ്ഞത്. പെണ്ണുങ്ങൾക്ക് ഒരു ചെലവും ഇസ്ലാം നിർബന്ധാക്കിയിട്ടില്ല. ഒരു ഭർത്താവിൻ്റെ പേരിൽ ഭാര്യയ്ക്ക് കേസ് കൊടുക്കാം. എന്തിൻ്റെ പേരിൽ? ഇയാൾ എനിക്ക് ചെലവിന് തരുന്നില്ല, ഇയാൾ എനിക്ക് നല്ല ഭക്ഷണം തരുന്നില്ല, നല്ല വസ്ത്രം വാങ്ങി തരുന്നില്ല, എനിക്ക് വീടില്ല, എന്നെ പ്രയാസപ്പെടുത്തുന്നു എന്ന് കോടതി കയറാം. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് കേസ് കൊടുക്കാൻ പറ്റുമോ? ഭാര്യ വലിയ ധനാഢ്യയാണ്, 4 5 ശമ്പളം പറ്റുന്ന പെണ്ണാണ്, കോടീശ്വരിയുടെ മകളാണ്. ഭർത്താവ് കഷ്ടപ്പെടുന്നുണ്ട്. ഭാര്യയോട് വല്ലതും ചോദിച്ചിട്ട് കിട്ടിയെങ്കിൽ അനുഭവിക്കാനല്ലാതെ ആ ഭാര്യ ഇയാൾക്ക് വല്ലതും കൊടുക്കൽ റൈറ്റ് ഉണ്ടോ? കൊടുത്തില്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ കേസ് കൊടുക്കാൻ ഇയാൾക്ക് അവകാശമുണ്ടോ? ഇല്ല. അതാണ് ഖുർആൻ പറഞ്ഞത്. ആണിനും പെണ്ണിനും സ്വത്ത് കൊടുക്കുമ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. ഒരു കാരണം പ്രകൃത്യായുള്ള കാരണമാണെങ്കിൽ മറ്റൊന്ന് വബിമാം ഫഖൂ മിൻ അംവാലിഹിം, അവരുടെ ധനങ്ങളിൽ നിന്ന് അവരാണ് ചെലവാക്കേണ്ടത്. നിങ്ങൾക്ക് ചെലവിന് കിട്ടുകയാണ്, നിങ്ങൾ ചെലവാക്കണ്ട. അപ്പൊ പിന്നെ ആണിന് കിട്ടുന്നതിൻ്റെ പകുതിയെങ്കിലും പെണ്ണിന് കിട്ടുമ്പോൾ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നതൊക്കെ പോക്കറ്റ് മണിയാണ്, ഗിഫ്റ്റാണ്, എല്ലാം വരവാണ്. ചെലവ് തീരെ ഇല്ല. ഖുർആൻ അനീതി കാണിച്ചോ? ഖുർആൻ ഇവിടെ അക്രമം കാണിച്ചോ? അതേപോലെ തന്നെ ഏത് മേഖലയിലൊക്കെ അതൊക്കെ വലിയ വിഷയമാണ്. മുസ്ലിം ഉമ്മത്തെങ്കിലും പഠിക്കണം. ഇസ്ലാമിൻ്റെ അനന്തരാവകാശ നിയമങ്ങൾ നമ്മൾ പഠിക്കണം. അത് പഠിക്കാൻ തയ്യാറല്ല. അപ്പം മറ്റുള്ളവർ വന്നിട്ട് മൈക്കിയും തൂക്കി അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാനും പറയണത് ഏക സിവിൽ കോഡ് വരണം, ആണിനും പെണ്ണിനും തുല്യം കൊടുക്കണം. നമ്മുടെ മോളും പോയിട്ട് അഭിപ്രായം പറയാണ്. 1000 കുട്ടികൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ തട്ടമിട്ട പെണ്ണ് പറഞ്ഞ അഭിപ്രായം മാത്രം അന്തിച്ചർച്ചയിൽ 2 മണിക്കൂർ ചർച്ച ചെയ്യും. കാരണം അത് തട്ടമിട്ട പെണ്ണാ. ആലോചിച്ച് നോക്കണം, എവിടേക്കായി സമുദായം പോകുന്നത്? എവിടേക്കാണ് നമ്മൾ പോകുന്നത്? അതുകൊണ്ടാ പറയുന്നത്, ഇസ്ലാം ഇവിടെ ആരെയും ഒരു നിലക്കും അവഹേളിച്ചിട്ടില്ല. പഠിക്കാത്തത് കൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ആരും നിരാഹാരം കിടന്നിട്ടൊന്നും കാര്യമല്ല. ഇത് റബ്ബിറക്കിയ നിയമമാണ്, ഇതിൽ മാറ്റം വരുത്തുന്ന പ്രശ്നമേയില്ല. പഠിക്കാത്തത് കൊണ്ട് പറയുന്നതാ. അതേപോലെ തന്നെ പല വിഷയങ്ങൾ നോക്കൂ. ഇന്ന് രാജ്യത്തതാ ഓരോരുത്തർക്ക് പ്രശ്നം വരുമ്പോൾ അതാ അടുത്ത ദിവസം റിട്ടയർമെന്റ് നേടിയിട്ടുള്ള ഒരു ടീച്ചറമ്മ മീഡിയകളുടെ മുമ്പിൽ വന്നുകൊണ്ട് പുലിയെപ്പോലെ അട്ടഹസിക്കുകയാണ്. ഷഹബാസിനെ കൊന്നവരെ പരീക്ഷ എഴുതിക്കരുത്, അവരെ തുറുങ്കിലടക്കണം. എൻ്റെ മോനൊന്നുമായിട്ടല്ല, പക്ഷേ എനിക്ക് സഹിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടീച്ചറമ്മ വന്നുകൊണ്ട് മീഡിയകളുടെ മുമ്പിൽ പൊട്ടിത്തെറിച്ചിട്ട് ആ സ്ത്രീ പറഞ്ഞ ഒരു പോയിന്റ് നിങ്ങൾ മറക്കരുത്. GCCയിലൊക്കെ കാണുന്നത് പോലെയുള്ള ശിക്ഷ ഇവിടെയും വരണം. എന്ത്? GCCയിലൊക്കെ കാണുന്നത് പോലെയുള്ള ശിക്ഷ ഇവിടെയും വരണം. ഇവിടെ എന്താണ്? ഷഹബാസിനെ കൊന്നവര് അവര് ബിരിയാണിയും കഴിച്ച് പായസവും കുടിച്ച് സുഖമായി പരീക്ഷ എഴുതി നടക്കുന്നതെന്താ? ഇവിടെ നിയമമില്ല. ശിക്ഷകൾ നിസ്സാരമാണ്. 5-6 എണ്ണത്തെ കൊന്നിട്ട് പോയിട്ട് ഇനിയും രോഷം തീരാതെ അഫാൻ ഇവിടെ നടക്കുകയാണ്. അവന് കുറ്റബോധം തൊട്ട് തീണ്ടിയിട്ടില്ല. വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ ചെന്താമര എന്ന് പറയുന്ന ഒരു രാക്ഷസൻ, തൊട്ട വീട്ടിലുള്ള ഒരു മുടി നീണ്ട പെണ്ണാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഏതോ ജ്യോത്സ്യൻ അന്ധവിശ്വാസത്തിൻ്റെ കവടി നിരത്തിയിട്ട് അയാളോട് പറഞ്ഞപ്പോൾ ആ കുടുംബത്തെ മുഴുവനും തൻ്റെ കൊലക്കത്തിക്കിരയാക്കിയ
ആ മനുഷ്യനും ജയിലിൽ കിട്ടി തുടക്കത്തിലെ കോഴി ബിരിയാണി. എന്തേ ഇവിടെ നിയമങ്ങളില്ല? ഇനിയും കൊല്ലണം, ഇനിയും എൻ്റെ പക തീർന്നിട്ടില്ല എന്ന് പറയുന്നത് അവിടെയാണ് ഇസ്ലാം പറയുന്നത്. അത് കമന്റ് ബോക്സുകളിൽ അവനവന് മാത്രം വേദനിക്കുമ്പോൾ വരേണ്ട ഒരു പ്രയോഗമല്ല. ഇവിടെ ജീവിക്കണോ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണോ? റഹ്മാനായ റബ്ബ് വിളിക്കുന്നു, ഖുർആനിന്റെ നിയമത്തിലേക്ക് വന്നോ. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ ഖുർആൻ വിളിക്കുകയാണ്. ഓ ബുദ്ധിയുള്ളവരെ, നിങ്ങൾക്ക് ജീവിതമുണ്ട്. ഏതിലാ ജീവിതം? നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണോ? ഇവിടെ സ്വൈരമായി കിടന്നുറങ്ങണോ? നിങ്ങൾക്ക് സ്വൈരമായി യാത്ര ചെയ്യണോ? നിങ്ങൾക്ക് സ്വൈരമായി നിങ്ങളുടെ ജോലിക്ക് പോകണോ? ഇവിടെ കൊലക്ക് കൊല എന്ന ശിക്ഷ വന്നാലല്ലാതെ വലക്കും ഫിൽ ഖിസാസ്, നിങ്ങൾക്ക് പ്രതിക്രിയാ നടപടിയിൽ എന്തുണ്ട് എന്നാണോ പറഞ്ഞത്? ഹയാ, ജീവിതമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണോ ഇസ്ലാമിന്റെ ശിക്ഷാനിയമം വരണം. ഇത് ഞാൻ പറയുന്നതല്ല, ഇതന്നെ എല്ലാവരുടെയും ആഗ്രഹം. ഷഹബാസ് എന്ന മോനെ നഞ്ചക്ക് കൊണ്ടവന്റെ നെഞ്ചും തലയോട്ടിയും തകർത്ത് ഇടിവള കൊണ്ടവനെ ഇടിച്ച് ചമ്മന്തിയാക്കിയ ആ വാർത്ത കേട്ടവര് മുഴുവനും പറഞ്ഞു, കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു, പച്ചക്ക് കത്തിക്കണം. ആ മക്കളെ പച്ചക്ക് കത്തിക്കണം എന്ന് പറഞ്ഞു. അത് മനുഷ്യന്റെ വികാരമാണ്. അതൊരു മനുഷ്യന്റെ വികാരമാണ്, സാധാരണക്കാരുടെ വികാരം മാത്രല്ല. 10 മാസം നൊന്തുപറ്റി കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കിയിട്ട് വളർത്തിയുണ്ടാക്കിയ പൊന്നുമ്മ, ഷഹബാസിന്റെ ഉമ്മ, ഷഹബാസിന്റെ ഉപ്പ, അവരുടെ മനസ്സിന്റെ വേദന, ആ വേദനയിൽ നിന്ന് അവർക്ക് വരുന്ന ഒരു പ്രതികാരമുണ്ട്. അതെന്താ? എൻ്റെ മകനെ കൊന്നവനും ഇവിടെ അങ്ങനെ ജീവിച്ചുകൂടാ. അതവരുടെ വികാരമാണ്. ആ വികാരത്തെ പരിഗണിച്ച ഒരേ ഒരു മതം, അത് അള്ളാഹുവിൻ്റെ ദീനാണ്. നിങ്ങൾക്ക് കേൾക്കണോ? അല്ല പറയുന്ന വാചകം കേട്ടോ, ഞാൻ എൻ്റെ വകയിൽ പറയുന്നതല്ല. വമൻ ഖുതില മദ്ലൂമാ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താനാ. ആരെങ്കിലും അന്യായമായി കൊല്ലപ്പെട്ടാൽ, എവിടെയെങ്കിലും അന്യായമായി ഒരു കൊല നടന്നാൽ, ഫഖദ് ജഅൽനാ, അല്ലാഹ് പറയുകയാണ്, നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്, ലിവലിയിഹി, ആ കൊല്ലപ്പെട്ടവന്റെ അടുത്ത ബന്ധുവിന്. മോൻ പോയ വേദനയുള്ള ഉമ്മായുടെ വേദന, മോൻ പോയ വേദനയിൽ തീ തിന്നുന്ന ഉപ്പയുടെ വേദന, ആ ബന്ധുക്കളുടെ വേദന, അവർക്ക് നമ്മളൊരു റൈറ്റ് കൊടുത്തിട്ടുണ്ട്. സുൽത്താന, അവർക്കാണ് ഇനി എന്ത് ശിക്ഷ നടപ്പാക്കണം എന്ന് പറയാനുള്ള അധികാരം. അതുകൊണ്ട് ഇവിടെയൊക്കെ എന്താണെന്നറിയോ? കോടതി കൊലക്കുറ്റത്തിനാണ് തെളിഞ്ഞാൽ, കേസാണ്ട് പിടിച്ചാൽ വധശിക്ഷക്കാണ് വിധിക്കും. വധശിക്ഷക്ക് വിധിക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള, നമ്മുടെ കേരളത്തിൻ്റെ ജയിലുകളിൽ 41ഓളം ആളുകൾ വധശിക്ഷക്ക് വിധിച്ച് വിധി കാത്ത് കഴിയുന്നുണ്ട്. 1976 മുതൽക്ക് കിടക്കുന്നുണ്ട്, കൊന്നിട്ടില്ലെന്നവരെ. ആ വിധിയല്ല ഇത്. ഉമ്മയോടും വാപ്പയോടും കോടതി ചോദിക്കും, മാപ്പ് കൊടുക്കാൻ തയ്യാറുണ്ടോ? നിങ്ങളെ കയ്യിലാണ്. ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന, ഉമ്മാക്ക് അധികാരം കൊടുക്കുകയാണ്. പറയൂ ഉമ്മ, എന്ത് ചെയ്യണം? കൊല്ലണോ? മാപ്പ് കൊടുക്കണോ? ഉമ്മ പറയുകയാണ്, ഉപ്പ പറയുകയാണ്, എന്തു തന്നെ ഞങ്ങൾക്ക് മോചനമൂല്യം തന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മോന് കിട്ടൂലല്ലോ, കൊന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ ആ വിധി അങ്ങ് നടപ്പിലാക്കും. അതാണ് ഇസ്ലാമിൻ്റെ പ്രതികാര നടപടിയുടെ റൈറ്റ്. ഇസ്ലാം അതിലേക്കാ വിളിച്ചത്. അതേ അവസരത്തിൽ ഒരു നിരപരാധിയെയും വേട്ടയാടൂല. എല്ലാ കടമ്പകളും കടന്നിട്ടേ ശിക്ഷ വിധിക്കൂ. ഇസ്ലാമിലെ ഒരു ഖാദി പോലും ഒരു കുറ്റം നേർക്കുനേരെ കണ്ടാൽ പോലും ശിക്ഷ നടപ്പാക്കൂല. അതിൻ്റെ തെളിവുകളിലൂടെ അത് ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ നടപ്പിലാക്കാൻ അധികാരമില്ല. അത്ര പഴുതടച്ച നിയമങ്ങളാണ് ഇസ്ലാമിലെ ഹുദൂദുകൾ, ശിക്ഷാ നിയമങ്ങൾ, പ്രതിക്രിയാ സമ്പ്രദായങ്ങൾ.
അപ്പോൾ അവനാനിക്കാണ് വേദനിക്കുമ്പോൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ പറയും, പച്ചക്ക് കത്തിക്കണം, അവൻ്റെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും അവൻ്റെ സുന അരിയണം, അവനെ ഇപ്പോൾ ആകാണ്ട് കത്തിക്കണം, അവനിപ്പോൾ കൊല്ലണം എന്നൊക്കെയാണ് വേവലാതി പൂണ്ട് പറയുന്നല്ലാതെ, അതൊക്കെയാണ് കഴിഞ്ഞിട്ട് വേറൊരു കേസുണ്ട് വരുന്നിട്ട് എവിടെയെങ്കിലും ഒരാളെ തൂക്കിക്കൊന്നു, ഏതെങ്കിലും ഒരു രാജ്യത്ത് നീതി നടപ്പിലാക്കി എന്ന് കേൾക്കുമ്പോൾ ക്രൂരം, കാടത്തം, മനുഷ്യത്വരഹിതം, മുഹമ്മദിൻ്റെ കരുണയില്ലായ്മ, ഖുർആനിൻ്റെ നീചത, ഖുർആനിൻ്റെ ക്രൂരത, ഇതൊക്കെ പറഞ്ഞു വരും. അവനാനിക്ക് നൊന്ത് അവനവൻ്റെ പ്രശ്നങ്ങൾ വരുന്നിടത്ത ഇസ്ലാം ഇടപെടുന്നത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാ ഖുർആൻ വിളിക്കുന്നത് എന്ത്? സുരക്ഷിതത്വത്തോടെ സമാധാനത്തോടെ ജീവിക്കണോ? കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, പല്ലിന് പല്ല്, മുറിക്ക് മുറി. ആലോചിച്ചു നോക്ക്. നമ്മുടെ സമുദായം, നമ്മളൊക്കെ കോമ്പസുകൾ, ജോമെട്രി ബോക്സിൽ കോമ്പസുകൾ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. എന്തിന്? നോട്ട് ബുക്കിൽ കുത്തിപ്പിടിച്ച് റൗണ്ട് വരച്ച് കളങ്ങൾ ശരിയാക്കി കണക്ക് പഠിക്കാൻ. ഇന്നോ സഹപാഠിയുടെ നെഞ്ചിലേക്ക് കുത്തി തല മുതൽ കാല് വരെ കോമ്പസിന്റെ കൂർത്തുമൂർത്ത രൂപത്തിലുള്ള ആ കുത്തുകൾ കൊണ്ട് ഇണക്കി അതിലേക്ക് വിരൽ കൊണ്ടമർത്തി രക്തം പൂക്കുറ്റി പോലെ ചിന്തുന്നത് കണ്ട് റാഗിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുന്ന പിശാച്ച് കുട്ടികൾ ആർത്തു ചിരിച്ചു. ആ കുട്ടികൾ ഇന്ന് എവിടെയാണ്? നിയമമുണ്ടോ? ഇതിവിടെ ആവർത്തിക്കൂലേ? ആർക്കും എന്തും ചെയ്യാം. ഒരു കൊലക്കുറ്റം അന്തിച്ചർച്ചക്ക് 4 ദിവസം, അത് കഴിഞ്ഞ് അടുത്ത കൊലക്കുറ്റം വരുമ്പോൾ ഈ കൊലപാതകവും ബലാത്സംഗവും മണ്ണിട്ടു. അതങ്ങനെ തീരും, അതങ്ങനെ പോകും, കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും. ആർക്കും പേടിയില്ല. അതിനാ അള്ളാഹ് നിശ്ചയിച്ചത് പേടി വേണം, പേടിക്കാവശ്യമായ കരുത്തിറ്റ നിയമങ്ങൾ വേണം. ആ നിയമങ്ങൾ മാറ്റി എഴുതണമെന്നാണ് ഓരോ മനസ്സാക്ഷിയുള്ള മനുഷ്യനും ഇന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ആവശ്യത്തിൻ്റെ ഉത്തരമാണ് 1400-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ എന്ന മനുഷ്യ സ്നേഹി ലോകത്തിൻ്റെ മുമ്പിൽ റഹ്മാനായ റബ്ബിൻ്റെ വചനങ്ങളായിക്കൊണ്ട് ഓതി കേൾപ്പിച്ച ഈ വിശുദ്ധ ഖുർആനിലുള്ളത് ഇനിയെങ്കിലും തിരിച്ചറിയുക, ഇനിയെങ്കിലും പഠിക്കുക. ഇങ്ങനെ ഏതേത് നിയമങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. എവിടെ നോക്കിയാലും സഹോദരങ്ങളെ, നിയമങ്ങൾ എവിടെയും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ്. മനുഷ്യ സമൂഹത്തിന് കരുണ ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് ഇടപെടണേ ഖുർആനിൻ്റെ മറ്റൊരു വിളിയാളമാണ്. ലോകത്ത് പലപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് ദാരിദ്ര്യം വർദ്ധിക്കുമ്പോഴാണ്, പട്ടിണി വർദ്ധിക്കുമ്പോഴാണ്. പട്ടിണിയുടെ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇസ്ലാം എന്തു പറഞ്ഞു? പാവങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഇസ്ലാം വിളിക്കുകയാണ്, ഖുർആൻ വിളിക്കുകയാണ്, സമൂഹമേ അൻഫിഖു, ചെലവഴിക്ക്, നിങ്ങളുടെ കയ്യിൽ കെട്ടിപ്പൂട്ടി വെക്കല്ലേ, സകാത്ത് കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ നിന്ന് ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കൂ, കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാട് നിങ്ങൾ തീർക്കൂ, കണ്ണീരൊപ്പാൻ നിങ്ങൾ കൈകോർക്കൂ, നിങ്ങൾ സകാത്ത് കൊടുക്കണം. വിശുദ്ധ റമദാനാണ്, ശുദ്ധീകരണത്തിൻ്റെ മാസമാണ്. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോടും ഞാനടക്കമുള്ള പുരുഷന്മാരോടും സഹോദരിമാരോടും ഓർമ്മപ്പെടുത്തുകയാണ്, മരിക്കുന്ന നേരത്ത് പൊട്ടിക്കരയാതെ മരിക്കണോ? സകാത്തിൻ്റെ കണക്കൊന്ന് നോക്കിക്കോളണം. ശമ്പളത്തിൻ്റെ സകാത്ത് എത്ര? വരുമാനത്തിൻ്റെ സകാത്ത് എത്ര? സ്വർണത്തിൻ്റെ സകാത്ത് എത്ര? സ്വർണ്ണാഭരണത്തിൻ്റെ സകാത്ത് എത്ര? സ്വർണ്ണാഭരണത്തിന് സകാത്ത് കൊടുക്കണ്ട എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും നരകാഗ്നിയുടെ വളകൾ അതുകൊണ്ട് നിന്റെ ശരീരത്തിൽ അണിയിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്ന ചോദ്യം കേട്ടപ്പോഴേക്ക് പേടിച്ചുപോയ സഹാബ വനിതകളുടെ ചരിത്രമാണ് സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ആഭരണത്തിൻ്റെ കണക്ക് കൃത്യമായി നോക്കിക്കോ. 10 പവനിൽ കൂടുതൽ എത്രയുണ്ടെങ്കിലും സകാത്ത് കൊടുത്തോളൂ. 20 പവനുണ്ടെങ്കിൽ 9.5 പവന് സകാത്ത് കൊടുത്താൽ പോരാ, 20 പവനും കണക്ക് കൂട്ടി സകാത്ത് കൊടുക്കണം. കറൻസിയുടെ സകാത്ത് നോക്കണം, നമ്മുടെ വരുമാനത്തിൻ്റെ സകാത്ത് നോക്കണം. ഏതെല്ലാം മേഖലകളിൽ നമ്മൾ സകാത്ത് കൊടുത്തുകൊണ്ട് സമൂഹത്തിനോടുള്ള കടമ നമ്മൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ പട്ടിണിയുടെ പേര് പറയാൻ പിന്നെ നമുക്ക് അർഹതയില്ല. പട്ടിണി നിർമ്മാർജ്ജനത്തിന്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഖുർആൻ വിളിച്ചു പറയുന്ന വിളിയാളമാണ്. ധനികരെ, സമ്പത്തിൻ്റെ കണക്ക് നോക്കൂ, സകാത്ത് കൊടുക്കൂ, സദഖകൾ വർദ്ധിപ്പിക്കൂ. സദഖകൾ കൊണ്ട് നിങ്ങളുടെ മുതലൊട്ടും കുറയില്ല, ബറക്കത്ത് കൂടുകയേ ഉള്ളൂ. സമൂഹത്തിലെ കഷ്ടപ്പെടുന്നവരെ അറിയണം, അനാഥകളെ അറിയണം, അഗതികളെ അറിയണം, രോഗികളെ അറിയണം,
നമ്മുടെ സമൂഹത്തിലതാ പിന്നോക്കം നിൽക്കുന്ന എത്രയെത്ര രോഗികളാണ്. ഓട്ടിസം ബാധിച്ച് കിടക്കുന്ന എത്രയോ വീടുകളിൽ എത്രയെത്ര കുഞ്ഞുമക്കളാണ്. ഉമ്മാനെ തിരിച്ചറിയുന്നില്ല. ഉമ്മ വിളിക്കുമ്പോൾ എന്തിനാ വിളിക്കുന്നത് എന്നറിയില്ല. പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഓട്ടിസം ബാധിച്ച എത്രയോ കുട്ടികളുള്ള ഉമ്മമാര് നമ്മുടെ വീടുകളിലുണ്ട്. കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. അത്തരത്തിൽ ഒരു മോനോ ഒരു മോളോ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകളും ആ വീട്ടിലെ ബന്ധപ്പെട്ട ആളുകളും അനുഭവിക്കുന്ന മാനസികമായ പ്രയാസം എത്രയാണെന്ന് അതുള്ള കുടുംബങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു അത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. അത്തരം പ്രയാസങ്ങളിൽ നിന്ന് റഹ്മാനായ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം പരീക്ഷണങ്ങൾ ബാധിച്ചിട്ടുള്ള മക്കൾക്കൊക്കെ ശിഫ നൽകുകയും അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധമായ മാസമാണ്, സദഖയുടെ മാസമാണ്. സദഖകൾ അധികരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എന്നാലാകുന്ന ഒരു പങ്ക് ഞാനും നൽകിയാൽ അത് സമൂഹത്തിന് ഞാൻ ചെയ്യുന്ന ഒരു സേവനമായിരിക്കും. സർവോപരി എൻ്റെ പരലോക സുരക്ഷയ്ക്ക് അത് അത്യാവശ്യമായ ഒരു ഘടകമായി മാറിയിരിക്കും. ഇങ്ങനെ ഇസ്ലാം പരിഹാരം പറയാത്ത വിഷയതാണ്. ഏതൊരു തലങ്ങളെടുത്ത് നോക്ക്, അവിടെയൊക്കെ ഇസ്ലാമിന് പരിഹാരം പറയാനുണ്ട്. അതുകൊണ്ട് ഈ ഒരവസ്ഥയിലേക്ക് ഉയരാനും ഈ ഒരവസ്ഥയിലേക്ക് വളരാനുമൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ടെങ്കിൽ ഇത് നേരം പുലരുവോളവും ആഴ്ചകളോളവും വിശദീകരിച്ചാൽ തീരൂല. ഖുർആൻ വിളിക്കുന്നു എന്നുള്ള വിഷയം എടുത്താൽ ഖുർആനിൻ്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ 114 അധ്യായങ്ങളിലും പറയുന്നതൊക്കെ നമ്മ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അത് വിശദീകരിക്കാൻ നിന്നാൽ തീരൂല. അതിൻ്റെ 4 ഏലത്തെ എത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല. ജീവൽ പ്രശ്നങ്ങളിൽ നമ്മളുടെയൊക്കെ മനസ്സുകളെ വല്ലാതെ ബാധിച്ച ചില പ്രശ്നങ്ങളിലേക്ക് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധ ക്ഷണിച്ചു എന്നേയുള്ളൂ. മാതാപിതാക്കളെപ്പോലും വെട്ടിക്കൊല്ലുന്ന ലോകം. എനിക്ക് എന്തിനു ഉമ്മ നിങ്ങൾ ജന്മം നൽകി? ജന്മം നൽകിയ ഉമ്മയോട് ക്രൂരമായി പ്രതികാരം വീട്ടാനാണ് സ്വന്തം ക്യാൻസർ ബാധിച്ച് കിടക്കുന്ന ഉമ്മയെ, മസ്തിഷ്കാഘാതവുമായി കിടക്കുന്ന, ബ്രെയിൻ ക്യാൻസറുമായി കിടക്കുന്ന, ബ്രെയിൻ ട്യൂമറുമായി കിടക്കുന്ന ഉമ്മയെ മകൻ പോയി കൊന്നു. മകൻ കൊന്നു. പോലീസുകാരവനെ വാഹനത്തിലിരുത്തി കൊണ്ടുപോകുമ്പോൾ മീഡിയകളൊക്കെ അവൻ്റെ ഫോട്ടോകൾക്ക് വേണ്ടി ക്ലിക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അവൻ മീഡിയകളുടെ നേർക്ക് അവൻ ഉമ്മ വെച്ചു. മീഡിയകളെ നോക്കിയിട്ട് അവൻ ഉമ്മ വെക്കുകയാണ്. ഫ്ലൈയിങ് കിസ്. കുറ്റബോധമില്ല. കാരണം അവൻ്റെ തലയിലും MDMA ആണ്, സിന്തറ്റിക് ലഹരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ വാപ്പിയും ഉമ്മയൊന്നുമില്ല. കൊന്ന പിന്നെയും കൊന്നുകൊണ്ടേയിരിക്കും. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന വാക്ക് പോലും നിങ്ങൾ പറയരുതേ. വലാ തൻഹർഹുമാ, നിങ്ങൾ അവരെ വിരട്ടുന്ന ഒരു സംസാരവും നടത്തരുതേ. സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ചിറക് നിങ്ങൾ വിരിച്ചു കൊടുക്കണേ. ആശ്വാസത്തിൻ്റെ കുളിർ തെന്നലുകളായി നിങ്ങൾ മാറണേ. നിങ്ങൾ അവർക്ക് വേണ്ടി അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, ചെറുപ്പത്തിൽ ഞങ്ങളെ പോലിച്ച് പരിപാലിച്ച് വളർത്തിയുണ്ടാക്കിയ ഉപ്പാക്കും ഉമ്മാക്കും ഞങ്ങൾ എത്ര ഡോളറുകൾ കൊണ്ടുപോയി ചൊരിഞ്ഞു കൊടുത്താലും, എത്ര വലിയ സുഖത്തിൻ്റെ ലോകത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയാലും, ചെറുപ്പത്തിൽ ഞാൻ മൂത്രമൊഴിച്ചപ്പോഴും കാഷ്ടിച്ചപ്പോഴും ഒരു വെറുപ്പും കൂടാതെ എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞ് മാറോട് ചേർത്ത് താരാട്ടിപ്പാട്ടി ഉറക്കിയ, അതുപോലെ തന്നെ പ്രസവിക്കുന്ന നേരത്ത് ആ സ്ത്രീ അനുഭവിക്കുന്ന വേദന, പ്രസവത്തിൻ്റെ സമയത്ത് ഒരു സ്ത്രീ ഒരു മുക്കലിൽ അനുഭവിക്കുന്ന വേദനയുടെ തോതിന് പരിഹാരമായി ജീവിതം മുഴുവനും അവർക്ക് ഹിദ്മത്ത് ചെയ്താലും പറ്റില്ല, മതിയാവില്ലെന്നാണ് കണക്ക് എങ്കിൽ, ആ പൊന്നുപ്പയോട് പൊന്നുമ്മയോട് അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നത് പോയിട്ട് അവരുടെ മുഖത്ത് നോക്കിയിട്ട് കയർത്ത് സംസാരിക്കാനും, അവരുടെ മുമ്പിൽ ഒച്ച വെച്ച് ബഹളം വെച്ച് സംസാരിക്കാനും, അവരുടെ വാക്കുകളെ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനുമൊക്കെ ഒരു തലമുറ ദൃഷ്ടരാകുന്നുവെങ്കിൽ അവിടെയും കാരണക്കാർ നേരത്തെ പറഞ്ഞവരാണ്. മതം വേണ്ട,
ദൈവമില്ല, പരലോകമില്ല. നിനക്ക് നിന്റെ ഉമ്മയെ കാമിക്കണോ ഭോഗിക്കണോ ചെയ്തോ, നിന്റെ സഹോദരിയെ ചെയ്യണമെന്നാണോ ചെയ്തോ, നിന്റെ മകളുമായി ലൈംഗിക ബന്ധം പുലർത്തണോ ചെയ്തോ, ശവവുമായി ഭോഗിക്കണോ ചെയ്തോ. ഒന്നേയുള്ളൂ കൺസെസ്റ്റ്, സമ്മതം വേണം. ലൈംഗിക സമ്മതമുണ്ടോ? ഉമ്മയാണോ ചെയ്തോ, മകളാണോ ചെയ്തോ, പെങ്ങളാണോ ചെയ്തോ എന്ന് പറയാനുള്ള ചില മനുഷ്യ പിശാചുക്കളോട് മണിക്കൂറുകളോളം ഇന്റർവ്യൂ നടത്തുവാൻ ചില മാധ്യമ കുത്തകക്കാർ നടത്തുന്ന ആ ഒരു മാനസികമായ അവസ്ഥയെ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിശേഷിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാരുമായി ഇന്റർവ്യൂവിന് പോലും പോകുന്നത് എത്രത്തോളം വലിയ മനുഷ്യത്വത്തോടുള്ള അവഹേളനമാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ശവരതി, എല്ലാ ഇൻസെസ്റ്റ്, കുടുംബത്തിൽ സഹോദരി ആരും പ്രശ്നമല്ല. അവിടെയൊക്കെയാണ് ഇസ്ലാം വിളിച്ചത് ധാർമ്മികമായ ലോകത്തേക്ക്. ലൈംഗികതക്ക് ഒരു പവിത്രതയുണ്ട്. വിഹിതമായതേ ചെയ്യാവൂ, അവിഹിതം അരുത്. ഫമനിബ്തഗാ വറാഅ ദാലിക ഫൗലായിക ഹുമുൽ ആദൂൻ. വിഹിതത്തിനപ്പുറം അവിഹിതം തേടിപ്പോകുന്നവരാരോ അവരാണ് അതിരുകവിഞ്ഞവർ, അവരാണ് അക്രമികൾ. ഇതൊക്കെ ആരോട് പറയാനാ? ഇതൊക്കെ ആരാ പഠിക്കുന്നത്? ഈ സൂറത്തും ആയത്തൊക്കെ നമ്മൾ ഓതുന്നു, പക്ഷെ നമുക്കത് തിരിഞ്ഞിട്ട് വേണ്ടേ? അതിനത് പഠിക്കുക വേണ്ടാന്നും പറയാണ് കുറേ ആൾക്കാർ. സൂറത്തുൽ ഫാത്തിഹയാണ് നിർബന്ധമായിട്ടും ഓതേണ്ട ഒരു സൂറത്ത്. അതിൻ്റെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല, പ്രത്യേകം സുന്നത്ത് പോലുമില്ല എന്ന് പറഞ്ഞ് ഖുർആനിൻ്റെ പഠനമേഖലയിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പോലും ലോകത്തുണ്ടെന്ന് വരുമ്പോൾ അള്ളാഹു അവർക്കൊക്കെ സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ വിശുദ്ധരാവിൽ പ്രാർത്ഥിക്കലല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റെന്ത് മാർഗമുണ്ട്? അതുകൊണ്ട് സർവമതിൽക്കെട്ടുകളെയും ഭേദിച്ചുകൊണ്ട് ഖുർആനിലേക്ക് ഒഴുകിയെത്തണം ജനങ്ങളെ. അത് പഠിക്കണം, അത് പാരായണം ചെയ്യണം. അതിൻ്റെ അർത്ഥം പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ മുൻനിരയിലുണ്ടാവണം. കുടുംബസമേതമുണ്ടാവണം, കുടുംബസമേതമുണ്ടാകണം. ആ നിലക്ക് അതിലൂടെ ബറക്കത്ത് നേടണം. അങ്ങനെ ജീവിച്ച് മരിക്കണം. എങ്കിലേ ചെല്ലുന്ന ലോകത്ത് രക്ഷയുണ്ടാകോ. വിശുദ്ധ ഖുർആൻ വായിച്ച് നന്നാവാനാണ് തുടങ്ങിയതെങ്കിൽ ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്തേതാണെന്നോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ജനങ്ങളെ, നിങ്ങൾ പേടിക്കണേ, ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. അല്ലാഹുവിങ്കലേക്ക് നിങ്ങളൊക്കെ മടക്കപ്പെടുന്ന ദിവസമാണത്. അന്ന് നിങ്ങൾ ചെയ്ത ഓരോ ചെയ്തികൾക്കും അവിടെ കണക്ക് പറയേണ്ടി വരും. ഒരു അനീതിയും റബ്ബ് നിങ്ങളോട് കാണിക്കൂല. എല്ലാം അവിടെ തെളിഞ്ഞ് കാണുന്ന ലോകമാണ്. പേടിക്കണേ. ഇതാണ് ഖുർആൻ അവസാനം വിളിച്ചു പറഞ്ഞത്. ആദ്യം വിളിച്ചു പറഞ്ഞു വായിക്കാൻ. വായിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചിട്ട് അവസാനം പറഞ്ഞു, ഇതൊക്കെ എന്തിനാ വായിച്ച് പഠിച്ച് നന്നാവണ്? മടങ്ങി ചെല്ലേണ്ടത് അള്ളാൻ്റെ കോടതിയിലേക്കാണ്. അവിടെ രക്ഷപ്പെടണം. ഞാനും അവസാനിപ്പിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും മരിക്കണം, എനിക്കും നിങ്ങൾക്കും മരിക്കണം. ഇന്ന് ഞാനോ നിങ്ങളോ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ കുളിപ്പിച്ച് വൃത്തിയാക്കി കഫൻ ചെയ്ത് മണ്ണറയിൽ കൊണ്ടുപോയി വെക്കും. 40 ഭാരം മണ്ണുമിട്ട് ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു പോരും. അപ്പോഴേക്ക് മലക്കുൽ മൗത്ത് എത്തി. ചോദ്യം വരും, റബ്ബ്, ദീന്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുത്തരം പറയാനുണ്ട്? ഖുർആനിൻ്റെ ആകത്തുകയാണ് ആ ചോദ്യങ്ങളുടെ മർമ്മം. വിശുദ്ധ ഖുർആൻ വിളിച്ച വിളിയാളങ്ങളുടെ മർമ്മമാണ് ആ 3 ചോദ്യങ്ങൾ. ഉത്തരം പറയാൻ എനിക്ക് സാധ്യമാകുമോ? നിങ്ങൾക്ക് സാധ്യമാകുമോ? എൻ്റെ മകന് സാധ്യമാകുമോ? എൻ്റെ ഭാര്യയ്ക്ക് സാധ്യമാകുമോ? എൻ്റെ ഭർത്താവിന് സാധ്യമാകുമോ? എൻ്റെ ഉപ്പാക്ക് സാധ്യമാകുമോ? എൻ്റെ ഉമ്മാക്ക് സാധ്യമാകുമോ? കുടുംബസമേതം ഈ മാസത്തിലെങ്കിലും ഒന്ന് ആലോചിച്ച് അപാകതകൾ പുറത്തു തരാൻ റബ്ബിനോട് പറഞ്ഞ്, വിശുദ്ധ ഖുർആനിൻ്റെ വിളിയാളം അന്യരോടല്ല എന്നോടാണ്.
എന്നെ സൃഷ്ടിച്ച റബ്ബിൻ്റെ വിളിയാണത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒഴുകൂ ജനങ്ങളെ ഖുർആൻ പഠനവേദികളിലേക്ക്, വിശുദ്ധ ഖുർആനിൻ്റെ ചർച്ചകൾ നടക്കുന്നിടത്തേക്ക്, വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ സംവദിക്കപ്പെടുന്ന ഇടങ്ങളിലേക്ക് ഒഴുകിയെത്തണം കുടുംബസമേതം. ഇതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. റഹ്മാനായ റബ്ബിൻ്റെ വിളിയാളത്തിന് ഉത്തരം കൊടുക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഈ ഇരിക്കുന്നവരിലും ശബ്ദം ശ്രവിക്കുന്നവരിലുമൊക്കെ പല വിധത്തിലുള്ള മാനസികവും ശാരീരികവുമായ രോഗങ്ങളും പ്രയാസങ്ങളുമുള്ളവരുണ്ടാകും, ഉണ്ട്. അള്ളാഹുവേ, പരിപൂർണമായും നീ ശിഫ നൽകണമേ. ഞങ്ങളിലെ രോഗികൾക്ക് നീ ശിഫ നൽകണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പൊന്നു മക്കളെയും ഇണകളെയും ബന്ധപ്പെട്ടവരെയുമൊക്കെ നീ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിൻ്റെ ബറക്കത്തുണ്ടാകണേ. ഞങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്ത് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തരുന്ന, ഇസ്ലാമിക ദഅവത്തിന് വേണ്ട മേഖലകൾ തുറന്നു തരുന്ന, വിശുദ്ധ ഖുർആനിൻ്റെ വിളിയാളം കേൾപ്പിക്കുവാനുള്ള സെൻ്ററുകൾ ഒരുക്കിത്തരുന്ന ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് നല്ല നല്ല തീരുമാനങ്ങൾ ഇനിയും എടുത്തുകൊണ്ട് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ജനങ്ങൾക്കും ഉപകാരപ്രദമായ തീരുമാനങ്ങൾ എടുക്കുവാൻ അവർക്ക് എല്ലാവിധത്തിലും നീ സഹായം നൽകണേ അല്ലാഹ്. അവർക്ക് എല്ലാ അർത്ഥത്തിലും നിൻ്റെ കാവലും അതുപോലെ തന്നെ സംരക്ഷണങ്ങളും നൽകണമേ. ഈ രാജ്യത്ത് എന്നും സമാധാനം നിലനിർത്തുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ടിറങ്ങുവാൻ ഇവിടെയുള്ള ഭരണാധികാരികൾക്കും മറ്റെല്ലാവർക്കും തൗഫീക്ക് നൽകണേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വന്നിട്ടുള്ള പോരായ്മകൾ കൊണ്ട് അള്ളാഹുവേ, നീ ഞങ്ങളെ ഒരിക്കലും ശിക്ഷിക്കല്ലേ. എല്ലാ അർത്ഥത്തിലും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ കുടുംബങ്ങൾ, മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, ബന്ധുമിത്രാദികൾ, പരിചയമുള്ളവർ അല്ലാത്തവർ എല്ലാവരുടെയും ഖബറിടം നീ സന്തോഷത്തിലാക്കണമേ. ഞങ്ങളെയും അവരെയും നിൻ്റെ ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. റഹ്മാനായ റബ്ബേ, ജന്നത്തിൽ നീ ഞങ്ങൾക്കെല്ലാം ഇടം നൽകി സന്തോഷിപ്പിക്കണേ അല്ലാഹ്. എല്ലാ അർത്ഥത്തിലും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم انصر حكامنا حكام الإمارات ونوابه يا رب العالمين. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها. اللهم تقبل منا صيامنا وقيامنا وركوعنا وسجودنا وتخشعنا وتضرعنا وتمم تقصيرنا. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصائب الدنيا. ومتعنا اللهم بأسماعنا وأبصارنا وقوتنا ما أحييتنا، واجعله الوارث منا، واجعل ثأرنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل الدنيا أكبر همنا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى النار مصيرنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت الغفور الرحيم. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.